സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സാംസ്കാരിക സമ്മേളനം ആരംഭിക്കുകയാണ്. ഈ ഊരുകളിൽ ഇവിടെ നിൽക്കുന്ന എല്ലാ ആൾക്കാരും ഈ ഹാളിലേക്ക് കടന്നിരിക്കണമെന്ന് സ്നേഹപൂർവ്വം അറിയിക്കുകയാണ്. ലോകജനതയുടെ സർവോന്നതമായ പുരോഗതിക്കാണ് ആത്മതപസ്സിലൂടെ ആർജിച്ച ഊർജത്തെ ബലിയർപ്പിച്ച സ്വാമി പ്രഭാതങ്ങളുടെ കരസ്പർശത്താൽ അനുഗ്രഹീതമായ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ധർമ്മപരിപാലനം തുടക്കം കുറിച്ച 63ാമത് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിന്റെ 98ാമത് വാർഷിക മഹോത്സവം ഗുരുദേവ പ്രതിഷ്ഠയുടെ 52ാം വാർഷിക മഹോത്സവം കൊണ്ടാടുന്ന ഈ സാംസ്കാരിക സമ്മേളന സദസ്സിലേക്ക് ഏവരെയും ഗുരുദേവ നാമത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ടു. ആദ്യമായി സാംസ്കാരിക സമ്മേളനത്തിനായി എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നതിനായി എരിക്കാട് 63 നമ്പർ ശാഖായോഗത്തിന്റെ കർമ്മനിരതനായ സാരഥി ശ്രീ E.K. പ്രകാശ് അവരുടെ ഈ യോഗം സ്വാഗതം ചെയ്യുന്നതിനായി ക്ഷണിച്ചുകൊണ്ടു. 2025 ശാഖയെ സംബന്ധിച്ച് വളരെ പ്രാധാന്യമുള്ള ചില കർമ്മപരിപാടികൾ ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് തുടക്കം കുറിച്ചത്. 2025 ബഡ്ജറ്റ് 2024 നവംബർ മാസത്തിൽ അവതരിപ്പിക്കുമ്പോൾ ചില പദ്ധതികൾക്ക് ഞങ്ങൾ രൂപം കൊടുത്തിരുന്നു. അതിലൊന്നായിരുന്നു ശാഖയുടെ മുൻവശത്തായി മെയിൻ റോഡ് സൈഡിലായി ഒരു നല്ല കാണിക്ക മണ്ഡപം പണിയണമെന്നുള്ളത്. അതെൻ്റെ മനസ്സിലേറ്റവും വലിയ ആഗ്രഹം അത് തിരുവുത്സവത്തിന് കൊടിയേറി അന്ന് തന്നെ അതിൻ്റെ സമർപ്പണം നടത്തണമെന്നുള്ളതായിരുന്നു. ഭഗവാന്റെ അനുഗ്രഹത്താൽ വളരെ മനോഹരമായ രീതിയിൽ മെയിൻ റോഡ് സൈഡിൽ
ഒരു കാണിക മണ്ഡപം നിർമ്മിക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമായി ഞാൻ കരുതുകയാണ്. ചങ്ങനാശ്ശേരി SGPയുടെ പുതിയ ഊടും പാവും നേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന അതിൻ്റെ സാരഥികൾ പ്രിയപ്പെട്ട ഗിരീഷ് വനാട്ട് അവരുകളെ, അതേപോലെ തന്നെ പ്രിയപ്പെട്ട സുരേഷ് പരമേശ്വരൻ അവരുടെ അടക്കങ്ങളുണ്ട്. ഇതിന് ചാർജ് ഏറ്റെടുത്തപ്പോൾ അന്ന് ശാഖാ യോഗത്തിന്റെ ഭാരങ്ങൾ വിളിച്ചേർന്ന് പറയുന്ന കാര്യം, എല്ലാ ശാഖകളും കമ്പ്യൂട്ടർവൽക്കരണത്തിലേക്ക് കടക്കണം. നൂതന സാങ്കേതിക വിദ്യവും വളർന്ന സ്ഥിതിക്ക് നമ്മളിനി പഴയ പോയാൽ പറ്റത്തില്ല എന്നുള്ളതായിരുന്നു. തിരുവനന്തപുരം SGP ശാഖയെ സംബന്ധിച്ച് ഇന്നത് യാഥാർത്ഥ്യമായി. ശാഖ കമ്പ്യൂട്ടർവൽക്കരണത്തിലേക്ക് കടക്കുകയാണ്. ആ കമ്പ്യൂട്ടർ വാങ്ങുവാൻ വേണ്ടി ഈ ശാഖയുടെ അംഗം 40,000 രൂപ മുടക്കിയാണ് കമ്പ്യൂട്ടർ വാങ്ങുന്നത്. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിരുന്നു, ഞാനാണ് വാങ്ങി തന്നത് എന്നുള്ളത് എൻ്റെ പേര് പോലും ഇന്ന് പറയുന്നില്ല. അതുകൊണ്ട് ആ ഗുരുദേവ ഭക്തന്റെ പേരിലൂടെ അദ്ദേഹം പറഞ്ഞുകൊണ്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഏറെ പ്രിയപ്പെട്ടവരെ, 1925 മെയ് മാസം 2-ാം തീയതി രജിസ്റ്റർ ചെയ്യപ്പെട്ട തിരുവനന്തപുരം SGP ശാഖ 98 വർഷത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. 2 വർഷം കൂടെ കഴിഞ്ഞ് 2027 ശാഖയുടെ ശതാബ്ദിയാണ്. ശതാബ്ദിയുടെ പഠിപ്പാതകൾ നിൽക്കുന്ന ഈ ശാഖ ഓരോ ദിവസവും അനുദിനം വളർച്ചയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇനി മുൻകാലത്തിരുന്ന ഓരോ ഭാഗഭാഗങ്ങളും വളരെ ആത്മാർത്ഥതയോടുകൂടി, സത്യസന്ധതയോടുകൂടി, നീതിബോധത്തോടുകൂടി ഗുരുദേവനിൽ ഒരു അർപ്പണ മനോഭാവത്തോടെ പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ഇന്ന് ശാഖയ്ക്ക് ഇത്രയൊക്കെ വളർച്ച നൽകാൻ സാധിച്ചത്. അതിന്റെ തുടർച്ചക്കാരെ മാത്രമാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ. ഏതായാലും ഇപ്പൊ കർക്കശമായ ചില നിയന്ത്രണങ്ങൾ മൈക്കിന്റെ ഉപയോഗത്തിലൊക്കെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാനെന്റെ സ്വാഗത പ്രസംഗത്തെ നീട്ടുന്നില്ല. ഇത്രയും ആൾക്കാർ ഈ വേദിയിൽ എത്തിച്ചേർന്ന് അതിയായ സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷത അലങ്കരിക്കുന്നത് ചങ്ങനാശ്ശേരി SGPയുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറിയാണ് ശ്രീ സുരേഷ് പരമേശ്വരൻ. ചങ്ങനാശ്ശേരി SGPയുടെ സെക്രട്ടറിയുടെ പ്രവർത്തനമൊപ്പം തന്നെ ചെങ്ങന്നൂർ SGP അഡ്മിനിസ്ട്രേറ്ററായി, കോട്ടയം യൂണിയന്റെ കൺവീനറായി ഒരേ സമയം പ്രവർത്തിക്കുകയാണ്. ഈ 3 യൂണിയന്റെ പ്രവർത്തനങ്ങൾ വീഴ്ച കൂടാതെ കൃത്യമായി വളരെയധികം സംഘടനാ പാഠത്തോടുകൂടി, വളരെ മെയ്വഴക്കത്തോടുകൂടി വളരെ ഭംഗിയായി നിർവഹിക്കാൻ അദ്ദേഹത്തെ സഹായിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട എന്നെ കാണുന്നവരുടെ എനിക്ക് വേണ്ടി ഞാൻ അദ്ദേഹത്തെ കാരണമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രിയപ്പെട്ട ഗിരീഷ് വനാട്ട് അവരാണ്. എനിക്ക് താഴെയുള്ള ഘോഷസംഘടന ഭാരവാഹികളെ അദ്ദേഹം എത്രമാത്രം കരുതലായിട്ടാണ് കാണുന്നത് എന്നുള്ളത് എനിക്ക് അതിശയമാണ്. ഈ അടുത്ത കാലത്ത് ഒരു ചെറിയ പെട്ടെന്നൊരു അസുഖത്തിന് പുറത്ത് ഞാൻ 3 ദിവസം ഭാരത ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നു. ആ 3 ദിവസവും എന്നെ നിരന്തരം വിളിച്ച് എങ്ങനെയുണ്ട്, ഇപ്പോഴും ശാരീരികമല്ല, നിങ്ങളുടെ ഭേദമായോ എന്ന് നിരന്തരം ചോദിക്കുമ്പോൾ എനിക്ക് അതിശയം തോന്നി. ഒരു ശാഖയുടെ ഒരു പ്രസിഡന്റിനെ വിളിച്ച് അദ്ദേഹത്തിന്റെ ക്ഷേമം ആശ്വസിക്കാൻ കൃത്യമായി അദ്ദേഹം നിരക്കുന്നു. അതിനുശേഷം പുതുപ്പള്ളി വഴി അദ്ദേഹം വാഹനത്തെ സഞ്ചരിക്കുമ്പോൾ ആ സമയത്തൊക്കെ പ്രകാശി സുഖമല്ലേ ഒരു ജ്യേഷ്ഠനെ പോലെ ഉള്ള ആ സ്നേഹപൂർവ്വ ഇടപെടലുകൾ സത്യത്തിൽ ഹൃദയത്തിലേറെ സന്തോഷമാണ് നൽകുന്നത്. അതേപോലെ തന്നെ വ്യവസായങ്ങളുടെ അഭിവൃദ്ധി എന്നുള്ള ഗുരുദേവന്റെ സന്ദേശങ്ങൾ അക്ഷരാർത്ഥത്തിൽ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അനേകം ആൾക്കാർക്ക് തൊഴിൽ കൊടുത്തുകൊണ്ടുള്ള വിവിധ സംരംഭങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ആ പ്രസ്ഥാനം കൂടുതൽ കരുത്താർജിച്ചുകൊണ്ട് കേരളത്തിൽ നിന്ന് മറ്റൊരു യൂസഫലിയുടെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിന് ഈ യോഗത്തിന് ഒരു പ്രത്യേകമായ സ്വാഗതം ഞാൻ ആശംസിക്കുന്നു. മറ്റൊന്ന്, നമ്മുടെ രാമായണത്തിൽ പറയുന്നുണ്ട്, ജന്മം കൊണ്ടല്ല ഒരാൾ ബ്രാഹ്മണനാകുന്നത്, കർമ്മം കൊണ്ടാണ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ജന്മം കൊണ്ടല്ല ഒരാൾ ശ്രീനാരായണനാകുന്നത്, കർമ്മം കൊണ്ടാണ്.
അങ്ങനെ കർമ്മം കൊണ്ട് ഒരു ശ്രീനാരായണനായി മാറിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ MLA ശ്രീ ചാണ്ടിയൂർ. നമുക്കറിയാം, ഇന്ന് ശിവഗിരിയിലെ സന്യാസി സമൂഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയായി അദ്ദേഹം മാറിയിരിക്കുകയാണ്. ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് വിവിധ ശാഖകളുടെ പദയാത്രകളിൽ ആ പീതാംബര പതാകയുമൊക്കെ ഏറ്റിക്കൊണ്ട് പദയാത്രകളോടൊപ്പം കിലോമീറ്ററുകൾ സഞ്ചരിച്ച് അവരിലൊരാളെ മാറുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇന്ന് ലോകം മുഴുവൻ അദ്ദേഹത്തെ ശ്രദ്ധിക്കപ്പെടുന്നതറിയാം. 1925 ശ്രീനാരായണ ഗുരുദേവൻ തന്നെ നേതൃത്വം കൊടുത്ത് ആലുവായിൽ നടത്തിയ സർവ്വമത സമ്മേളനം. ആ സമ്മേളനത്തിന്റെ 100ാമത് വാർഷികം ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന വത്തിക്കാനിൽ വെച്ച് നടത്തിയുണ്ടായി. എന്തുകൊണ്ടാണ് ലോകം ആ സമ്മേളനം ശ്രദ്ധിക്കപ്പെട്ടത്? ലോകത്തെ ഏറ്റവും വലിയ ആത്മീയ ആചാര്യൻ മാർപ്പാപ്പ അധിവസിക്കുന്ന വത്തിക്കാനിലാണ്. അവിടെ നടന്ന സർവ്വമത സമ്മേളനത്തിൽ ലോകത്തെ പല മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന്, ക്രൈസ്തവ രാജ്യങ്ങളിൽ നിന്ന്, ഹൈന്ദവ രാജ്യങ്ങളിൽ അടക്കം അനേകം മതപണ്ഡിതന്മാരും നേതാക്കന്മാർ പങ്കെടുത്തു. ആ സമ്മേളനത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തിയത് ആദരണീയനായ മാർപ്പാപ്പയായിരുന്നു. അതോടൊപ്പം തന്നെ ഗുരുദേവൻ രചിച്ച ദൈവദശകം ഇറ്റാലിയൻ ഭാഷയിൽ അവിടെ പ്രാർത്ഥിക്കുകയുണ്ടായി. അതിന്റെ 100ാമത് വാർഷികത്തിൽ അതിന്റെ ജനറൽ കൺവീനറായി പ്രവർത്തിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട MLA ശ്രീ ചാണ്ടിയൂർ അവர்களായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം നമ്മൾ കാഴ്ചക്കാരുപരി ശ്രീനാരായണ സന്ദേശങ്ങൾ ലോകത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടി വലിയൊരു പങ്ക് വഹിച്ചു പോയിരുന്നു. അതിങ്ങനെയൊക്കെ അദ്ദേഹം ചെയ്യുമ്പോൾ ചെറിയ 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 വിമർശനങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഞാൻ ജനിച്ച സമുദായത്തിലും അതിൻ്റെ വിശ്വാസത്തിലും അടിയുറച്ചു നിൽക്കുന്നു. അതോടൊപ്പം മറ്റ് സമുദായങ്ങളെ സ്നേഹിക്കുകയും അതിൻ്റെ നല്ല വശങ്ങൾ ഉൾക്കൊള്ളുകയും ആ വിശ്വാസങ്ങളെ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്ന ലളിതമായ ഭാഷ പറഞ്ഞുകൊണ്ട് ആ വിമർശനമൊക്കെ മറുപടി കൊടുത്തൊരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്. ഈ യോഗത്തിന്റെ പേരിൽ ഞാൻ ഹൃദയംഗമായ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ശാഖയുടെ കമ്പ്യൂട്ടർവൽക്കരണം നടക്കുവാണെന്ന് ഞാൻ പറഞ്ഞു. അത് ഉദ്ഘാടനം ചെയ്യുന്നത് പ്രിയപ്പെട്ട ചന്ദ്രൻ അവറുകളാണ്, ചങ്ങനാശ്ശേരി SDPയുടെ പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ്. ലാളിത്യവും എളിമയും എല്ലാവരോടും എപ്പോഴും സൗഹാർദ്ദവും പങ്കിട്ട് ജീവിക്കുന്ന ചന്ദ്രൻ ചേട്ടന് ഈ യോഗത്തിന്റെ പേരിൽ ഞാൻ ഹൃദയംഗമായ സ്വാഗതം ആശംസിക്കുകയാണ്. സംഘടനാ പാഠവത്തിന്റെ അഗാധമായ അറിവ് സമ്പാദിച്ചിട്ടുള്ള SNDP ചരിത്രങ്ങൾ വളരെ ആധികമായി പറയാൻ കഴിയുന്ന SNDP യോഗത്തിന്റെ നിയുക്ത ബോർഡ് മെമ്പർ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയ സജീവ് പൂവത്തവറുകളെ ഞാൻ ഹൃദയംഗമായി സ്വാഗതം ആശംസിച്ചു. അതോടൊപ്പം തന്നെ ഏറെ പ്രിയപ്പെട്ട നമ്മുടെ വൈസ് പ്രസിഡന്റ് ശ്രീ പ്രമോദ് കുര്യാക്കോസ് ഈ ശാഖയിലെ ഒരു അംഗത്തേക്കാൾ ഉപരി ഇതിന്റെ ഉത്തരവാദിത്വം കാണിക്കും. ഉത്സവത്തിന്റെ തീയതി നിശ്ചയിച്ചാൽ ഞാൻ ആദ്യം അദ്ദേഹത്തെ വിളിക്കും. അദ്ദേഹം തിരിച്ചു ചോദിക്കും ചോദ്യം എന്നാണ് പുല്ല് വെട്ടേണ്ടതെന്നാണ്. കാര്യം ഘോഷയാത്ര കടന്നു പോകുന്ന റോഡിന്റെ ഇരുവശവും അത് കൃത്യമായി ജോലിക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ച് ഒരു തടസ്സവും കൂടാതെ റോഡിലൂടെ ആ ഘോഷയാത്ര കടന്നു പോകാത്ത ഉത്തരവാദിത്തത്തോടു കൂടി ആ കാര്യങ്ങൾ അദ്ദേഹം കൃത്യമായി ജോലിക്കാരെ ചെയ്തു തരികയും ഇനി എന്തെങ്കിലും ഞാൻ ചെയ്യേണ്ടതുണ്ടോ എന്ന് കൃത്യമായി ഇടയ്ക്കിടയ്ക്ക് തിരക്കിക്കൊണ്ടിരിക്കും. ഈയിടെ അദ്ദേഹത്തിന് ശാരീരിക ബുദ്ധിമുട്ട് ആശുപത്രിയിലായിരുന്നു. ഏതായാലും ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് അതിൽ നിന്നൊക്കെ റിക്കവറി ഉണ്ടായി. അദ്ദേഹത്തിന് യോഗത്തിന്റെ പേരിൽ ഞാൻ ഹൃദയംഗമായ സ്വാഗതം ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സെക്രട്ടറി പ്രായത്തെ ഒക്കെ അങ്ങ് മാറ്റി നിർത്തിക്കൊണ്ട് ഒരു യുവാവിനെ പോലെ ഓടുകയാണ്. നമുക്കറിയാം, ഒരു ഉത്സവം എന്ന് പറയുമ്പോൾ ഇതിന് വേദിയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മുൻ ശാഖാഭാരവർക്ക് എല്ലാവർക്കും അറിയാം ഒരു ഉത്സവത്തിന്റെ ഒരുക്കങ്ങൾ എത്രമാത്രം കഠിനകരമാണെന്ന്. അതൊക്കെ ലാഘവത്തോടു കൂടി വളരെ നല്ല രീതിയിൽ വളരെ ചിട്ടയോടുകൂടി അദ്ദേഹം ചെയ്തു പോരുന്നു. അദ്ദേഹത്തിന് യോഗത്തിന്റെ പേരിൽ ഹൃദയംഗമായ സ്വാഗതം ആശംസിക്കുകയാണ്. മറ്റൊന്ന് നമ്മുടെ പ്രിയപ്പെട്ട രാജീവ് നമ്മുടെ വൈസ് പ്രസിഡന്റാണ്. ഏതാനും ദിവസങ്ങളായി തന്നെ അദ്ദേഹം അവധിയിലാണ്. നമുക്കറിയാം എക്സൈസ് വകുപ്പിൽ SI ആയി ജോലി ചെയ്യുന്ന അദ്ദേഹം ഈ ശാഖയുടെ വൈസ് പ്രസിഡന്റ് വന്നതിന് ശേഷമാണ് പ്രൊമോഷൻ കിട്ടിയത്. ഗുരുദേവൻ അനുഗ്രഹം കൊണ്ടാണ് എന്ന് വിശ്വസിക്കുന്നത്. അദ്ദേഹത്തെ യോഗത്തിന്റെ പേരിൽ ഞാൻ ഹൃദയംഗമായ സ്വാഗതം ആശംസിക്കുന്നു. നമുക്ക് കേരള കൗമി വിരമിച്ച ശ്രീ ശശിയേട്ടനാണ് നമ്മുടെ യൂണിയൻ കമ്മിറ്റി അംഗം. അദ്ദേഹത്തോടെ ദേവസ്വത്തിന്റെ ചുമതല അദ്ദേഹത്തിന് ഇവിടെ കൃത്യമായ രീതിയിൽ വളരെ ഉത്തരവാദിത്തത്തോടുകൂടി തന്നെ ഏൽപ്പിച്ച 2 കർത്തവ്യങ്ങൾ നിർവഹിച്ചു വരുന്ന പ്രിയപ്പെട്ട ശശിയേട്ടന് ഹൃദയമായ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ വനിതാ സംഘത്തിന്റെ പ്രവർത്തനത്തിന് ഒരു പുതിയ ചൈതന്യം പകർന്നുകൊണ്ട് വളരെ സജീവമായി തന്നോടൊപ്പം പ്രവർത്തിക്കുന്ന വനിതാ സംഘ പ്രവർത്തകരെ കൂട്ടിയിണക്കിക്കൊണ്ട് ഇതിന്റെ എല്ലാ കാര്യം സജീവമായി നിൽക്കുന്ന
പ്രിയപ്പെട്ട സുധർമ്മ ചേച്ചിയെ ഈ യോഗത്തിന്റെ പേരിൽ ഹൃദയമായി സ്വാഗതം ആശംസിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ശാഖയിലെ മുഴുവൻ യുവാക്കൾക്കും ഒരു മാതൃകയായി വാക്കുകളും പ്രവൃത്തികളിലും അച്ചടക്കവും വളരെ ചിട്ടയും ബഹുമാനവും കാണിച്ചുകൊണ്ട് ജീവിക്കുന്ന 354 യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് ശ്രീ യദുകൃഷ്ണ സാബുവിന് ഞാൻ ഹൃദയംഗമായ സ്വാഗതം ആശംസിക്കുന്നു. ഏറെ പ്രിയപ്പെട്ടവരെ, എനിക്കെന്നും പ്രിയപ്പെട്ടവർ എൻ്റെ ശാഖ നിങ്ങളുടെ ഒരു വലിയ പിന്തുണ കൊണ്ട് മാത്രമാണ് അനുദിനം ശാഖയിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നത്. ഇപ്പോൾ 18 ലക്ഷം രൂപ മുടക്കിക്കൊണ്ട് നമ്മൾ കനക ജൂബിലി സ്മാരകത്തിന്റെ നിർമ്മാണം ജൂലൈ മാസത്തിൽ തുടക്കം കുറിക്കാൻ പോവുകയാണ്. നിങ്ങളെ കണ്ടുകൊണ്ടാണ് ഈ 18 ലക്ഷം രൂപയുടെ ഒരു ബഡ്ജറ്റ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ ദഹനപ്പര 22 ലക്ഷം രൂപയ്ക്ക് യാഥാർത്ഥ്യമാക്കി തന്ന നിങ്ങൾ അതും യാഥാർത്ഥ്യമാക്കി തരും എന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങൾക്ക് മുഴുവൻ ആൾക്കാർക്കും ഗുരുദേവനാമത്തിൽ ഹാർദമായി സ്വാഗതം ആശംസിച്ച് വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. ഗുരുദേവധർമ്മം വിജയിക്കട്ടെ. ഈ സാംസ്കാരിക സമ്മേളനത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ചങ്ങനാശ്ശേരി SNDP യൂണിയൻ സെക്രട്ടറിയും ചെങ്ങന്നൂർ യൂണിയൻ അഡ്മിനിസ്ട്രേറ്ററും കോട്ടയം SNDP യൂണിയൻ കൺവീനറുമായി സംഘടനാ പ്രവർത്തനത്തിൽ അവഗാഹമായ പാണ്ഡിത്യമുള്ള ശ്രീ സുരേഷ് പരമേശ്വരൻ അവരുടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഗുരു ബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. SNDP യോഗം 63-ാം നമ്പർ തിരുകാട് ശാഖ ഗുരുക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ച് ഇന്നിവിടെ നടക്കുന്ന ഈ പ്രതിഷ്ഠാ വാർഷിക സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന SNDP യോഗം ചങ്ങനാശ്ശേരി യൂണിയന്റെ ഏറെ ബഹുമാനായ പ്രസിഡന്റ് ശ്രീ ഗിരീഷ് കൊനാട്ട് അവர்கள் ഇന്നിവിടെ നമ്മുടെ പ്രതിഭകളെയൊക്കെ ആദരിച്ചുകൊണ്ട് സംസാരിക്കുന്ന നമുക്കെല്ലാം പ്രിയങ്കരനായ നമ്മുടെ സ്വന്തം അഡ്വക്കേറ്റ് ഷാൻഡി ഉമ്മൻ MLA. നാളെ ഉച്ചയ്ക്ക് ഇവിടെ ഒരു പരിപാടിയുണ്ട് 11 മണിക്ക് കുടുംബസംഗമം. ആ കുടുംബസംഗമത്തിൽ പങ്കെടുത്ത് ഒരു ക്ലാസ് നയിക്കുന്നത് കൊണ്ട് ഞാൻ കൂടുതലായ പ്രഭാഷണത്തിനൊന്നും മുതിരുന്നില്ല. ഔപചാരികമായി ഇന്നത്തെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുമ്പോൾ തിരുവുത്സവ സംബന്ധമായി എല്ലാവർക്കും ആശംസകൾ നേരുന്നത് മാത്രമേ ഉള്ളൂ. ഓരോ വർഷം കഴിയുന്തോറും ഭഗവത് പാദങ്ങളും തൃക്കരങ്ങൾ കൊണ്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിയ 63-ാം നമ്പർ എരകാട് ശാഖ ആ ഭരണസമിതി പ്രവർത്തനങ്ങൾ, അവരുടെ നിസ്വാർത്ഥമായ സേവനങ്ങൾ ഈ ശാഖയെ ആത്മീയമായും ഭൗതികമായും പുരോഗതിയിലേക്ക് നയിക്കുന്നു എന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. തീർച്ചയായും പ്രിയപ്പെട്ട പ്രകാശിയേട്ടന്റെയും ദിവാൻജിയുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള ഈ ഭരണസമിതിയെയും അതിനെല്ലാവിധമായ പിന്തുണകൾ കൊടുക്കുന്ന പോഷക സംഘടനകളെയും ശാഖാ ഭാരവാഹികളെയും അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും നിസ്വാർത്ഥമായ സേവനങ്ങളും ആത്മാർപ്പണവുമാണ് നമ്മളുടെ സംഘടനയ്ക്ക് മുതൽക്കൂട്ടായിട്ടുള്ളത്. പ്രിയമുള്ളവരെ, കാലഘട്ടം കടന്നു പോകുമ്പോൾ പഴയകാല ചരിത്രങ്ങളെ കുറിച്ച് ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നന്നായിരിക്കും. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വേദിയിൽ ചെന്നപ്പോൾ ചോദിച്ചു, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാമോ? സംഘടനാപരമായി ഇരുന്നവരെല്ലാവരും നേരെ നോക്കിയിരിക്കുക, എന്താ ഇന്നത്തെ പ്രത്യേകത? ഞാൻ പറഞ്ഞു, മറന്നത് വളരെ കഷ്ടമായി പോയി. കാരണം മഹാകവി കുമാരനാശാന്റെ സ്മൃതി ദിനമായിരുന്നു. അതിനുശേഷം കടന്നു വന്നത് ഡോക്ടർ പൽപവിന്റെ സ്മൃതി ദിനമായിരുന്നു. നിങ്ങളൊന്ന് ഓർത്തു നോക്കി, നമ്മുടെ ഈ സംഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ഡോക്ടർ പൽപുവിനെയോ, ഈ സംഘടനയിൽ നമ്മുടെ സമുദായത്തിന്റെ പാവപ്പെട്ടവന്റെ പടത്തലവൻ എന്നറിയപ്പെട്ട ഡോക്ടർ പൽപുവിനെയോ, മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതികളെ നിങ്ങളേറ്റാനെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമൂഹത്തിലെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഉച്ചനീചത്വങ്ങൾക്കുമെതിരെ ശക്തമായി പൊരുതി ഇന്ന് നമ്മളെയൊക്കെ മനുഷ്യ കോലത്തിലും രൂപത്തിലും മനുഷ്യത്വം എന്താണെന്ന് തിരിച്ചറിയിച്ചുകൊണ്ട് ഇന്ന് നല്ല രീതിയിൽ നിൽക്കുവാനും ഇരിക്കുവാനും സുന്ദരന്മാരെയൊക്കെ നിൽക്കുവാൻ അവകാശം നേടിത്തന്ന ഈ സംഘടനയുടെ പ്രഥമ ജനറൽ സെക്രട്ടറിയായ മഹാകവി കുമാരനാശൻ നാം വിസ്മരിക്കുന്നു.
ഓർക്കണം, നല്ലതല്ല ഒരുവൻ ചെയ്ത നല്ല കാര്യം മറപ്പത്, നല്ലതല്ലാത്തതുടനെ മറന്നിടുന്നത് ഉത്തമം. ഗുരുവിന്റെ പ്രവചനമാണ്. നമ്മൾ ഓർക്കുക, ഞാനെന്നും നീയും എന്നുമുള്ള ചിന്താഗതികളിലൂടെ നാം ഇന്നും ഞാനെന്നും എനിക്കെന്നും എന്റേതെന്നും ചിന്തിച്ചുകൊണ്ട് സ്വാർത്ഥരായിക്കൊണ്ടിരിക്കുക. അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായ ഒരു ആത്മരൂപം എന്ന മഹാഗുരുവിന്റെ സങ്കല്പത്തെ നാം മാറ്റിമറിച്ചുകൊണ്ട് ഇന്നും സ്വാർത്ഥതയോടുകൂടി ചിന്തിക്കുകയാണ്. അതാണ് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ അപജയം. നഷ്ടപ്പെടുന്ന കുടുംബജീവിതം, ശീതലമാകുന്ന ബന്ധങ്ങൾ, ഇതിനൊക്കെ കാരണം ആത്മബോധമില്ലാത്ത, മനുഷ്യത്വമില്ലാത്ത ഒരു സമൂഹമാണ്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നാളെ കുടുംബ വിഷയവുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ ദീർഘമായി ഒരു പ്രഭാഷണത്തിന് മുതിരുന്നില്ല. തൊട്ട് അടുത്ത് ഇന്നിപ്പോ 8 മണിക്ക് മാന്തുരുത്തി ശാഖയിൽ ഒരു പ്രഭാഷണമുണ്ട്, അവിടേക്ക് പോകേണ്ടതാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഈ തിരുവുത്സവത്തിൻ്റെതായ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എല്ലാവർക്കും മഹാഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഉത്തരോത്തരം ഈ ശാഖയുടെ അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാ പ്രവർത്തകർക്കും എല്ലാവിധമായ മംഗളാശംസകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഗുരുവിൽ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ. പ്രസിഡന്റ് എന്ന നിലയിൽ ചങ്ങനാശ്ശേരി യൂണിയന്റെ കീഴിലുള്ള 59 ശാഖകളെയും പരസ്പരം കോർത്തിണക്കിക്കൊണ്ട് മുഴുവൻ ശാഖാ ഭാരവാഹികളുമായി അഭേദ്യമായ ബന്ധം സ്ഥാപിച്ചുകൊണ്ടും വ്യവസായം കൊണ്ട് അഭിവൃദ്ധിപ്പെടുക എന്ന ഗുരുവിന്റെ സന്ദേശം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മുന്നോട്ടു പോകുന്ന ചങ്ങനാശ്ശേരി യൂണിയൻ പ്രസിഡന്റ് ശ്രീ ഗിരീഷ് കോണാട്ട് അവറുകളെ ഈ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ ശാഖായോഗത്തിൻ്റെ 52ാമത് ഗുരുദേവ പ്രതിഷ്ഠാ വാർഷികവും 98ാമത് വാർഷിക മഹോത്സവത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ള സാംസ്കാരിക സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ SNDP യോഗം ചങ്ങനാശ്ശേരി യൂണിയൻ്റെ പ്രിയങ്കരനായ സെക്രട്ടറി ശ്രീ സുരേഷ് പരമേശ്വരൻ അവറുകൾ, ഇന്നീ വേദിയിൽ പ്രതിഭകളെ ആദരിക്കുന്ന പുതുപ്പള്ളിക്കാരുടെ സ്വന്തം MLA അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ, വളരെ അഭിമാനകരമായ ഒരു ധന്യമുഹൂർത്തത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ഓരോ പ്രാവശ്യവും ഇവിടുത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കുമ്പോൾ പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്കുള്ള ഒരു പ്രയാണം, അതിവിടെ സൂചിപ്പിച്ചതുപോലെ ആത്മീയ തലത്തിലാണെങ്കിലും ഭൗതിക തലത്തിലാണെങ്കിലും ഒക്കെ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ സംഘടന കൊണ്ട് ശക്തരാകുക എന്ന സന്ദേശത്തെ
അനർത്ഥമാക്കിക്കൊണ്ടുള്ള കർമ്മ പദ്ധതികൾക്കാണ് നമ്മൾ രൂപം കൊണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗുരുവിനെ മാത്രം അറിയുകയും ഗുരുവിനെ മാത്രം മനസ്സിലാക്കുകയും ഗുരുവിനെ മാത്രം പഠിക്കുകയും ഗുരുധർമ്മം പ്രചരിപ്പിക്കുകയും ഗുരുവിനെ ആരാധിക്കുകയും ചെയ്യുന്ന സംസ്കാരമുള്ള ഒരു ശാഖയാണ് നമ്മുടെ, പ്രത്യേകിച്ചും ഗുരുവിൻ്റെ പ്രതിഷ്ഠ മാത്രമുള്ള നമ്മുടെ ക്ഷേത്രം. അറിവ് പ്രസാദമായി നൽകുന്ന ക്ഷേത്രമാണ് നമ്മുടെ. പല ശാഖകളിലേക്കും കടന്നു ചെല്ലുമ്പോൾ ഒരുപാട് ഉപദേവാലയങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് ശാഖായോഗത്തിൻ്റെ ഭരണസമിതി അംഗങ്ങൾ അവരുടെ ശക്തിയും അവരുടെ സംഘടനാ വൈഭവവും ഒക്കെ കാണിക്കാറുണ്ട്. പക്ഷേ അവിടെയൊക്കെ എന്തൊക്കെ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ വളർന്നു വന്ന അല്ലെങ്കിൽ സാഹചര്യവും ജനിച്ച പശ്ചാത്തലവും മനസ്സിലാക്കിക്കൊണ്ട് ഈ സമൂഹത്തിന് മുന്നോട്ടുള്ള പ്രയാണത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാം സമർപ്പിച്ച ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളെ മാത്രം പൂജിക്കുന്ന സംസ്കാരം നമ്മുടെ ഇറുകാടി ശാഖായോഗം വെച്ച് പുലർത്തി വരുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകത. ഇതുവഴി യാത്ര ചെയ്യുന്ന ഓരോ ശ്രീനാരായണീയനെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനമുണ്ടാകുന്ന വിധത്തിൽ നമ്മുടെ സംഘടനാ സംവിധാനം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യൻ അവൻ്റെ ജീവിത ബന്ധാവിലൂടെ സഞ്ചരിക്കുമ്പോൾ അവൻ്റെ ജീവിതം അർത്ഥപൂർണമാണെങ്കിൽ അവിടെ സമത്വം ഉണ്ടാവണം, സ്വാതന്ത്ര്യം ഉണ്ടാവണം, സാഹോദര്യം ഉണ്ടാവണം, സ്നേഹമുണ്ടാവണം, ശാന്തി ഉണ്ടാവണം, ഭദ്രത ഉണ്ടാവണം, വിശ്വാസം ഉണ്ടാവണം, കരുത്തുണ്ടാവണം, പുരോഗതി ഉണ്ടാവണം, അധികാരം ഉണ്ടാവണം. ഇതെല്ലാം ഉണ്ടായെങ്കിൽ മാത്രമേ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിത ബന്ധാവിലൂടെ സഞ്ചരിക്കുമ്പോൾ പൂർണ്ണതയിലെത്തുകയുള്ളൂ. വർത്തമാന കാലഘട്ടത്തിൽ പത്രദൃശ്യ മാധ്യമങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും അധികാരത്തിൻ്റെയും പേരിൽ ഒരുപാട് അസ്വസ്ഥതകൾ നമ്മുടെ നാട്ടിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതിനെല്ലാമുള്ള ശാശ്വതമായ പരിഹാരം, അതിനുള്ള ഒറ്റമൂല്യം, അത് ഗുരുവിൻ്റെ ദർശനമാണ്. ആ ഗുരുവിൻ്റെ ദർശനത്തെ പ്രചരിപ്പിക്കുവാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്തം നിറവേറ്റുന്ന ആളുകളാണ് എനിക്ക് മുമ്പിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും പരാമർശങ്ങളും നമ്മൾ പൊതുവേദിയിൽ അവതരിപ്പിക്കാറുണ്ട്. പ്രത്യേകിച്ചും ചതയം ആഘോഷിക്കുമ്പോഴും സമാധി ആചരിക്കുമ്പോഴും ഒക്കെ നമ്മുടെ വേദിയിൽ എത്തിച്ചേരുന്ന വ്യത്യസ്തമായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ടുള്ള ആളുകൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനത്തെക്കുറിച്ചും ഗുരുവിൻ്റെ സന്ദേശത്തെക്കുറിച്ചും വാദോരാതെ പ്രസംഗിച്ചിട്ട് കടന്നു പോകുമ്പോൾ ആ ഗുരുവിൻ്റെ സന്ദേശവും ഗുരുവിൻ്റെ ദർശനവും സമൂഹത്തിൻ്റെ താഴെത്തട്ടിലേക്ക് എത്തിക്കുവാൻ ക്രിയാത്മകമായ പദ്ധതികളൊന്നും ആവിഷ്കരിക്കാതെ, ഒരു ചതയവും സമൂഹ മധ്യത്തിൽ ആഘോഷിക്കപ്പെടാതെ, ഒരു സമാധിയും സമൂഹ മധ്യത്തിൽ ആചരിക്കപ്പെടാതെ കടന്നു പോകുന്ന വേദന നമുക്കുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമുക്കറിയാം. അതിൽ നിന്നും വ്യത്യസ്തനായ ഒരാളെ വിളിച്ചു ചേർത്തുകൊണ്ടാണ് ഇന്നത്തെ ഈ സാംസ്കാരിക സമ്മേളനം നടക്കുന്നത് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെ. ഞാൻ മറ്റാരെ കുറിച്ചുമല്ല, നിങ്ങളുടെ സ്വന്തം MLA കുറിച്ച് തന്നെയാണ് പരാമർശിച്ചത്. പല ആളുകളും SNDP യോഗത്തിന്റെ 6700-ൽ പരം ശാഖകളിലും 140-ൽ പരം വരുന്ന യൂണിയനുകളിലും വന്നിട്ട് ഗുരുവിന്റെ സന്ദേശത്തെക്കുറിച്ചും ദർശനത്തെക്കുറിച്ചും വാദോരാതെ പ്രസംഗിക്കുകയാണ്. എത്രത്തോളം പദ്ധതികൾ ഈ സമൂഹത്തിൽ ശാന്തിയും സമാധാനവും സമത്വവും സ്വാതന്ത്ര്യവും സാഹോദര്യവും എല്ലാം വളർത്തിയെടുക്കുവാൻ എത്രത്തോളം പദ്ധതികളും എത്രത്തോളം ഇടപെടലുകളും നടത്തിയിട്ടുണ്ട് എന്ന് പരിശോധിച്ചാൽ നമുക്ക് വളരെയധികം വേദനയുണ്ടാകും. ഞാൻ പ്രിയപ്പെട്ട MLA-യുടെ പിതാവിനെ കുറിച്ച്, പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് ഓർത്തുപോവുകയാണ്. നമ്മുടെ വിദ്യാലയങ്ങളിൽ ഗുരുവിന്റെ കൃതികൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീനാരായണ അന്തർദേശീയ പഠന കേന്ദ്രം ഉൾപ്പെടെയുള്ള വിവിധ ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾ നിരന്തരം തുടർച്ചയായി ആവശ്യപ്പെട്ടിട്ട് ആ സമയത്ത് മുഖ്യമന്ത്രി ആയിരിക്കുന്ന ശ്രീ ഉമ്മൻചാണ്ടി അവറുകളാണ് നമ്മുടെ 5ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും ഉൾപ്പെടെ നമ്മുടെ പാഠ്യപദ്ധതിയിൽ ഗുരുവിന്റെ കൃതികൾ, ആത്മോപദേശ ശതകം ഉൾപ്പെടെയുള്ള കൃതികൾ പഠിക്കുവാൻ അതിന്റെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയതെന്ന് അദ്ദേഹത്തെ ഈ വേദിയിൽ എത്തിക്കൊണ്ട് ഞാൻ അനുസ്മരിക്കുകയാണ്. അത്രത്തോളം ഒരു കാഴ്ചപ്പാടുകളോടുകൂടി ഈ സമൂഹത്തെ നയിച്ച ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ടായിരുന്നു. ജനകീയനായി എല്ലാ മനുഷ്യരും എപ്പോഴും പ്രാപിക്കാവുന്ന സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും അതുപോലെ തന്നെ എളിമത്വത്തിന്റെയും പ്രതീകമായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെ മകൻ
ചാണ്ടിയുമ്മൻ എന്ന് പറയുന്ന നമ്മുടെ MLA ശ്രീനാരായണ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ പ്രാധാന്യമേർപ്പിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകത്തിന്റെ ശാന്തിക്കും സമാധാനത്തിനും വേണ്ടി ഏഷ്യയിലെ ആദ്യത്തേതും ഏഷ്യയിലെ രണ്ടാമത്തേതും ലോകത്തെ രണ്ടാമത്തേതും ഏഷ്യയിലെ ആദ്യത്തേതും എന്ന് വിശേഷിപ്പിക്കുന്ന ആലുവയിലെ സർവമത സമ്മേളനം 1924 നടന്നതിന്റെ ശതാബ്ദി ആഘോഷം വ്യത്യസ്തമായ സംഘടനകളുടെ, പ്രത്യേകിച്ച് ശ്രീനാരായണ സംഘടനകളുടെ നേതൃത്വത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സംഘടിപ്പിക്കപ്പെടുമ്പോൾ ശിവഗിരിയിലെ സന്യാസി ശ്രേഷ്ഠന്മാർ അതിന്റെ ആഘോഷം സംഘടിപ്പിച്ചത് റോമിലാണ്. നമ്മളെല്ലാം പത്രദൃശ്യ മാധ്യമങ്ങൾ കണ്ടതാണ്. അതിന്റെ മുന്നിൽ നിന്നുകൊണ്ട് പൂവക്കാട് പിതാവിനോടൊപ്പം ഇവിടെ കർദിനാളായിട്ട് ഏറ്റവും ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു കർദിനാള് ഇവിടെ അവരോധിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് റോമിലെത്തിച്ചേർന്ന് മാർപ്പാപ്പയുടെ സ്നേഹോഷ്മളമായ അനുഗ്രഹാശംസകൾ ഏറ്റുവാങ്ങി ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ എന്താണോ ആ സർവമത സമ്മേളനത്തിലൂടെ ഉദ്ഘോഷിച്ചത് അത് സമൂഹത്തിലേക്ക് അതിന്റെ ചരിത്രത്തെ പുനരാവിഷ്കരിച്ചുകൊണ്ട് ആ ചരിത്ര ധന്യ മുഹൂർത്തങ്ങൾക്ക് കൂടുതൽ നിറശോഭ പകർന്നു നൽകിക്കൊണ്ട് ആ ശതാബ്ദി ആഘോഷിക്കുവാൻ നേതൃത്വം വഹിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് വളരെയേറെ അംഗീകാരവും അഭിമാനവും തോന്നുന്ന പ്രവർത്തനമായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഏറെ അഭിമാനകരമായ ധന്യമായ ഒരു മുഹൂർത്തമാണ്. അത് പത്രദൃശ്യ മാധ്യമങ്ങൾ അതിന് എത്രത്തോളം വാർത്താ പ്രാധാന്യം നൽകിയെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ കേരളത്തിന്റെ രാഷ്ട്രീയ സംവിധാനത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല, അതിലേക്ക് പറ്റുന്ന വേദിയല്ലെന്ന് നമുക്കറിയാം. എങ്കിൽ പോലും ആത്മീയപരമായ ഉണർവിന് വേണ്ടി ശിവഗിരിക്കുന്നിലെ സന്യാസി ശ്രേഷ്ഠന്മാരോടൊപ്പം സഞ്ചരിച്ച ചാണ്ടിയുമ്മൻ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട MLA എനിക്ക് മറ്റൊരു കാര്യം സൂചിപ്പിക്കുവാനുള്ളത് കേരളത്തിന്റെ രാഷ്ട്രീയ സംവിധാനത്തെ കുറിച്ചാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലും ഇവിടുത്തെ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളും ശ്രീനാരായണ സമൂഹത്തിന്റെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ആത്മീയപരമായ ഉണർവിന് വേണ്ടി അങ്ങ് എടുക്കുന്ന തീരുമാനങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ സ്നേഹോഷ്മളമായ പിന്തുണ ലഭിക്കുന്നതാണ്. പക്ഷേ ഭൗതികപരമായ വളർച്ച ഉണ്ടാകുവാൻ ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു മനുഷ്യൻ അവന്റെ ജീവിത പന്ഥാവിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് പൂർണ്ണതയിൽ എത്തിച്ചേരണമെങ്കിൽ അധികാരം ഉണ്ടാവണമെന്നുള്ള ഒരു മഹത്തരമായ സന്ദേശം ആ അധികാരത്തിന്റെ അകത്തളങ്ങളിലേക്ക് നടന്നെടുക്കുവാൻ കേരളത്തിന്റെ ഭൂരിപക്ഷ സമുദായം എന്ന് അവകാശപ്പെടുന്ന കേരളത്തിന്റെ ഭൂരിപക്ഷ സമുദായമായി ഈഴവ സമുദായത്തിന് കോൺഗ്രസിൽ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് പ്രിയപ്പെട്ട MLAക്ക് ഉണ്ടാകണമെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഭൗതികപരമായ വളർച്ചയില്ലാതെ ആത്മീയത കൊണ്ടും മാത്രം ഈ സമുദായത്തിന് മുന്നോട്ട് സഞ്ചരിക്കുവാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ ആത്മീയതയിൽ അധിഷ്ഠിതമായ ഭൗതിക വളർച്ചയ്ക്ക് വേണ്ടിയുള്ള സന്ദേശങ്ങൾ കൂട്ടിയിണക്കിക്കൊണ്ടുള്ള സന്ദേശങ്ങൾ നൽകിയത്. ഗുരുവിന്റെ സന്ദേശങ്ങളിൽ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവാനും സംഘടന കൊണ്ട് ശക്തരാകുവാനും ഉദ്ബോധിപ്പിച്ചത് ഒരു സന്യാസി ശ്രേഷ്ഠൻ ഭൗതികപരമായ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത് അധികൃത വിഭാഗങ്ങൾക്ക് അധികാരം ലഭ്യമാകണം, അധികാരത്തിൽ പങ്കാളിത്തം ഉറപ്പുവരുത്തണം എന്നുള്ളതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ വർത്തമാന കാലഘട്ടത്തിൽ ഈ സമുദായത്തിന്റെ ഭൗതികപരമായ വളർച്ചയ്ക്ക് വേണ്ടി ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം ഉണ്ടാവുന്നതിന് വേണ്ടി ഈ സമുദായത്തിന്റെ ഭൗതികപരമായ വളർച്ചയ്ക്ക് വേണ്ടി ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിന്റെ സമഗ്ര മേഖലയിലുള്ള വികസനത്തിന് വേണ്ടി അങ്ങയുടെ അതീവ ശ്രദ്ധ വരും കാലങ്ങളിൽ ഉണ്ടായില്ലെങ്കിൽ അതിവിടുത്തെ കോൺഗ്രസ് പാർട്ടിക്ക് വലിയ തിരിച്ചടിയാകും എന്നുള്ള കാര്യത്തിൽ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി ഞാൻ പ്രിയപ്പെട്ട MLAയുടെ മുന്നിൽ സമർപ്പിക്കുകയാണ്. അങ്ങയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേരളത്തിന്റെ പ്രിയപുത്രൻ ഉമ്മൻചാണ്ടി സാറിന്റെ മകനാണ്. കേരളത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലൂടെയും സഞ്ചരിക്കുവാൻ എല്ലാവരും കാതോർത്തിരിക്കുന്ന, എല്ലാവരും പ്രത്യേകം ക്ഷണിക്കുന്ന ഒരു MLA ആണ്. കോൺഗ്രസ് പാർട്ടിയുടെ പ്രബലമായ തീരുമാനങ്ങൾ, ശക്തമായ തീരുമാനങ്ങൾ എടുക്കുന്ന വേദിയിലെ നിറ സാന്നിധ്യമാണ്. അതുകൊണ്ട് തന്നെ ഈഴവ സമുദായം നേരിടുന്ന രാഷ്ട്രീയപരമായ വെല്ലുവിളികൾ, അതില് അടിയന്തരമായ ഇടപെടലുകൾ ഉണ്ടാവാനുള്ള ജാഗ്രത ഉണ്ടാവണമെന്നുകൂടി സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഒരുപാട് വേദികളിൽ SNDP യോഗത്തിന്റെ പല വേദികളിലും ഇന്ന് ഉമ്മൻചാണ്ടി സാറിന്റെ പ്രിയപുത്രനെ വിളിക്കുന്നത് ഈ സമുദായത്തോടുള്ള അദ്ദേഹത്തിന്റെ പ്രത്യേകമായ താല്പര്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം ഞാൻ പത്തനാട് ഒരു പരിപാടിയിൽ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പിതാവിന്റെ ഒരുപാട് സുഹൃത്തുക്കൾ അവിടെ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് പത്തനാട്. അവിടെ അവരെല്ലാവരുടെയും ആഗ്രഹമായിരുന്നു ചാണ്ടിയുമ്മൻ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട MLA അവിടുത്തെ ഒരു പരിപാടിയിൽ കൊണ്ടുവരണമെന്ന്. സ്നേഹോഷ്മളമായ സ്വീകരണം അവിടെ വെച്ച് അദ്ദേഹത്തിന് നൽകുകയുണ്ടായി. മലബാർ ക്യാൻസർ സെന്ററിൽ തലശ്ശേരിയിൽ ചെന്നപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തോട് തന്നെ സൂചിപ്പിച്ചു. അവിടെ ചെന്നപ്പോൾ എൻ്റെ ചേട്ടന്റെ വൈഫ് അവിടെ നേഴ്സായിട്ട് ജോലി ചെയ്യുക.
എവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഈ പത്തനാടെന്ന് വല്ലതും പറഞ്ഞാൽ തലശ്ശേരിക്കാർക്ക് മനസ്സിലാവും, കറുകച്ചാൽ എന്ന് പറഞ്ഞാലും മനസ്സിലാവില്ല. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പുതുപ്പള്ളിയാണെന്ന് പറഞ്ഞു. പുതുപ്പള്ളിയാണെന്ന് പറഞ്ഞപ്പോൾ എന്നോട് ഈ ഉമ്മൻചാണ്ടി സാറിന്റെ നാടല്ലേ, ഉമ്മൻചാണ്ടി സാറിന്റെ മകൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അച്ഛന്റെ മകനല്ലേ, ഒട്ടും മോശം വരത്തില്ല. അച്ഛൻ ഓടിയത്രയും ദൂരം ഓടിയെത്തുവാൻ എത്രത്തോളം ബുദ്ധിമുട്ട് അദ്ദേഹം അനുഭവിക്കേണ്ടി വരും എന്നുള്ള തിരിച്ചറിവ് നമുക്കറിയാം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സാധാരണക്കാരന്റെ പ്രശ്നങ്ങളെ ശിരസിൽ സ്വീകരിച്ച ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു ഉമ്മൻചാണ്ടി സാർ. അതുകൊണ്ട് തന്നെ അവിടെയുള്ളവർ എല്ലാവരുടെയും ഒരു അഭ്യർത്ഥന, അവിടുത്തെ ഒരു പരിപാടിയിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉറപ്പുവരുത്തും. ഞാൻ പറഞ്ഞു, അവസരം വരുമ്പോൾ, നല്ല പരിപാടി വരുമ്പോൾ നിങ്ങൾ വിളിക്ക്, നമുക്കതിനുള്ള അവസരം ഉണ്ടാക്കാം. അത്രത്തോളം കേരളത്തിലെ ജനങ്ങൾ ഉമ്മൻചാണ്ടി സാറിനെ, മകനെ സ്നേഹിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്, ഒരു തിരിച്ചറിവാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ശാഖായോഗത്തിന്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി തന്റെ വാക്കുകൊണ്ടും ചിന്ത കൊണ്ടും കർമ്മം കൊണ്ടും ഒക്കെ അക്ഷീണം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശാഖായോഗത്തിന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ ഇ.കെ. പ്രകാശനവറുകളുടെ ദീർഘവീക്ഷണം ഈ സംഘടനയെ വളരെ ചടുലമായി ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മീയപരമായ വലിയ ഉണർവ്, ഭൗതികപരമായ വളർച്ച, കാലഘട്ടത്തിനനുസൃതമായ മാറ്റങ്ങൾ, കമ്പ്യൂട്ടറൈസേഷൻ. ഞങ്ങളൊക്കെ എപ്പോഴും യൂണിയന്റെ നേതാക്കന്മാർ എല്ലാ ശാഖകളിലും 59 ശാഖകളിലൂടെയും നടന്നു പറയുന്ന ഒറ്റ കാര്യമുള്ളൂ: കാലഘട്ടത്തിനനുസൃതമായ മാറ്റം എല്ലാ ശാഖായോഗങ്ങളിലും ഉണ്ടാവണം. ഏറ്റവും മികച്ച ഓഫീസ് സംവിധാനം, കാലഘട്ടത്തിനനുസൃതമായ കമ്പ്യൂട്ടറൈസേഷൻ, എല്ലാ അംഗങ്ങളുടെയും സ്ഥിതിവിവര കണക്കുകൾ, അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ, ഇതെല്ലാം സമ്പൂർണ്ണമായിട്ട് ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുന്ന വിധത്തിൽ നമുക്ക് മുന്നോട്ട് പോകണം. കാരണം ശാസ്ത്ര സാങ്കേതിക വിദ്യയെ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ ശിവഗിരി തീർത്ഥാടനത്തിന്റെ ലക്ഷ്യങ്ങളിൽ, അഷ്ടലക്ഷ്യങ്ങളിൽ അവസാനം ശാസ്ത്ര സാങ്കേതിക വിദ്യയെ പരാമർശിക്കുമ്പോൾ ഈ കാലം ഇത്രയും മുമ്പേ ചലിക്കുമെന്ന് ഗുരുദേവന്റെ ദീർഘവീക്ഷണം നമ്മൾ ചിന്തിക്കണം. ഇന്ന് ലോകം മുഴുവൻ നമ്മുടെ വിരൽത്തുമ്പിലാണ്. ആ ഒരു കാലഘട്ടത്തിനനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളാതെ ഈ സമുദായത്തിന് മുന്നോട്ട് ചലിക്കുവാൻ സാധിക്കത്തില്ല. SNDP യോഗവും ചങ്ങനാശ്ശേരി യൂണിയനും ഓരോ സമയത്തും നിർദ്ദേശിക്കുന്ന സ്നേഹോഷ്മളമായ നിർദ്ദേശങ്ങളെ സ്നേഹബുദ്ധിയ അംഗീകരിച്ചുകൊണ്ട് ചടുലമായി സമയബന്ധിതമായി നടപ്പിലാക്കുവാൻ ശാഖായോഗത്തിന്റെ പ്രസിഡന്റ് ഉൾപ്പെടുന്ന ടീം, പ്രിയപ്പെട്ട ദിവാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തുന്ന ഇടപെടൽ അങ്ങേയറ്റം പ്രശംസനീയമാണ്. കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് തോട്ടക്കാട് ശാഖായോഗത്തിന്റെ മനോഹരമായ ഓഫീസ് ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം ഞങ്ങൾ യൂണിയൻ നേതാക്കന്മാർക്കുണ്ട്. അപ്പോൾ എല്ലാ ശാഖകളിലും കാലഘട്ടത്തിനനുസൃതമായ വളർച്ചയുണ്ടാവട്ടെ. ഇതിന്റെ പിന്നിൽ നേതാക്കന്മാർക്ക് പിന്തുണയായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും സർവേശ്വരനായ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ അനുഗ്രഹ ആശസ്സുകൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ ഇന്നൊരു ദൗത്യം കൂടി പ്രിയപ്പെട്ട പ്രസിഡന്റ് ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട MLA വത്തിക്കാനിൽ ഈ സമുദായത്തോടും ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ കർമ്മവൈഭവത്തിലുള്ള ഗുരുവിന്റെ കാഴ്ചപ്പാടുകൾക്ക് ഈ ചരിത്ര മുഹൂർത്തങ്ങളെ പുനരാവിഷ്കരിച്ചുകൊണ്ട് ആ സർവമത സമ്മേളനത്തിന്റെ അർത്ഥവും വ്യാപ്തിയും മൂല്യവും ലോകത്തിനു മുമ്പിൽ വീണ്ടും വിളിച്ചറിയിക്കാനുള്ള അവസരം സൃഷ്ടിച്ച പ്രിയപ്പെട്ട ചാണ്ടിയും എന്ന ആ വ്യക്തിത്വത്തെ ആദരിക്കാനുള്ളൊരു കടമ കൂടി എന്നെ നിർവഹിച്ചിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്. തല്ലും തലോടലും ഒന്നിച്ചു കൊടുക്കുന്ന സംസ്കാരം സമുദായ നേതാക്കന്മാർക്കുണ്ട്. ഞങ്ങള് ആത്മീയപരമായ ഉണർവിന് വേണ്ടി ഞങ്ങളോടൊപ്പം നിൽക്കുന്ന അദ്ദേഹത്തെ ആദരിക്കുന്നതോടൊപ്പം ഞങ്ങളുടെ പോരായ്മകളും നിങ്ങളെപ്പോലുള്ള ആളുകളുടെ മുമ്പിലാണ് അവതരിപ്പിക്കേണ്ടത്. അതുകൊണ്ട് മാത്രം ഞാൻ സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അത് MLA മുമ്പിലല്ല. ഞാൻ ഈ സംസ്ഥാനത്തിന്റെ ഒരു വലിയ പാർട്ടി എന്നുള്ള രീതിയിൽ കോൺഗ്രസിന്റെ മൊത്തം മുന്നിൽ വെച്ച ഒരു ആവശ്യമായി അതിനെ കണ്ടാൽ മതി എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഈ മഹത്തരമായ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുദേവ ധർമ്മം ജയിക്കട്ടെ.
ശ്രീനാരായണീയനായി മാറുന്നുണ്ട്. സൗഹൃദവും സ്നേഹവും പങ്കുവെച്ച് ചുരുങ്ങിയ നാളുകൊണ്ട് തന്നെ ഏവർക്കും പ്രിയങ്കരനായ കാണുന്നു. നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട MLA അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മനെ പ്രതിഭകളെ ആദരിക്കുന്നതിനും രണ്ടു വാക്ക് നമ്മോട് സംസാരിക്കുന്നതിനും ഇവിടെ എരുകാട് SNDP ശാഖയുടെ നേതൃത്വത്തിലുള്ള സാംസ്കാരിക സമ്മേളനം തിരുവത്സവവുമായി ബന്ധപ്പെട്ട് നടക്കുമ്പോൾ ഇവിടെ വരുവാനും നിങ്ങളോട് ആയിരിക്കുവാനും സാധിച്ചതിൽ അതിയായ സന്തോഷം. അതിലേറെ സന്തോഷം ശ്രീനാരായണ ഗുരുദേവന്റെ പേരിൽ എനിക്ക് ഇവിടെ നൽകപ്പെട്ട ആദരവാണ്. പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പിച്ച് പറയാം, ഇത് എൻ്റെ കഴിവല്ല, അത്ര എനിക്കറിയാം. ഞാൻ ആഗ്രഹിച്ചു ഇത് നടക്കണം, പക്ഷേ ഞാൻ ആഗ്രഹിച്ചിട്ടല്ല എന്നെ വിളിച്ചത്. ചില കാര്യം അങ്ങനെയാണ്. ഇങ്ങനെ ഒരു കാര്യം പോലും എനിക്ക് സ്വാമിജി എന്നോട് പറയുമ്പോൾ എനിക്കറിയില്ല. സർവസമ്മേളനം നടത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ 100-ാം വർഷമാണെന്ന് എനിക്കറിയില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നോട് പറഞ്ഞെന്ത്. രണ്ടാമത്തെ കാര്യം, ഇതെങ്ങനെ നടക്കും? രണ്ട് കാര്യങ്ങൾ മാത്രമല്ല, എന്തിനു വത്തിക്കാമെന്നും ഞാൻ ചിന്തിച്ചു. പക്ഷെ നമ്മൾ ഒരു കാര്യം ആഗ്രഹിച്ച, പ്രത്യേകിച്ച് നന്മയ്ക്ക് വേണ്ടി, സാമൂഹിക നന്മയ്ക്ക് വേണ്ടി, മനുഷ്യ നന്മയ്ക്ക് വേണ്ടി, ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നമ്മളൊരു കാര്യം ആഗ്രഹിച്ചാൽ അത് നടക്കും, അത് ദൈവം നടത്തും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് വത്തിക്കാനിൽ വെച്ച് നടന്ന സർവ്വ സമ്മേളനം. ശരിക്കും പറഞ്ഞാൽ ഒരു വർഷം മുമ്പ് ഞാൻ വളരെ ആഗ്രഹത്തോടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. ഇപ്പോൾ ഇതേ സമയത്താണ് ഇവിടെ ഇത് നവംബർ മുതൽ ഞാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ്. നവംബർ, ഡിസംബർ, ജനുവരി, ജൂലൈ വരെ എൻ്റെ പിതാവിൻ്റെ ഓർമ്മ ദിവസം വരെ ഒരു മൂവ്മെന്റും ഉണ്ടായിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. പലരും പറഞ്ഞു ഇപ്പൊ ശരിയാവും എന്ന് പറഞ്ഞു, പക്ഷെ നടന്നില്ല. ഞാൻ അവസാനം ഞാനൊരു തീരുമാനമെടുത്തു, എന്തായാലും UK വരെ ഒന്ന് പോവാം. UK എൻ്റെ പിതാവിൻ്റെ പേരുള്ള ഫൗണ്ടേഷൻ, അത് കഴിഞ്ഞിട്ട് വത്തിക്കാൻ വരെ ഒന്ന് പോകാം. അവിടെയും പല ഫൗണ്ടേഷൻ എൻ്റെ പിതാവിൻ്റെ 8ഓളം രാജ്യങ്ങൾ രൂപീകരിക്കാനുള്ള സമയം ഞാൻ കണ്ടെത്തി. വത്തിക്കാനിൽ ചെന്ന് ഓഗസ്റ്റിൽ ഇത് ശ്രമിച്ചു നോക്കാം എന്ന് വിചാരിച്ച് ഞാൻ ഇറങ്ങി പുറപ്പെട്ടു. അങ്ങനെ ഇറങ്ങിയതുകൊണ്ട് എനിക്ക് ചില നഷ്ടങ്ങളുണ്ട്. അതിനുശേഷം നവംബറിൽ ഇതുമായി ബന്ധപ്പെട്ട്, ഇതിന്റെ പ്രചരണവുമായി ബന്ധപ്പെട്ട് പോകുന്നതുകൊണ്ടും എനിക്ക് ചില നഷ്ടങ്ങളുണ്ട്. എല്ലായിടത്തും എനിക്ക് ഓടിയെത്താൻ പറ്റുന്നില്ല എന്നുള്ളൊരു കംപ്ലൈന്റ് ഞാൻ കേട്ടു. പക്ഷെ ഞാൻ ആ നഷ്ടത്തെ കാര്യമാക്കുന്നില്ല. ഞാനത് എവിടെയെങ്കിലുമൊക്കെ അത് നികത്തുമെന്നുള്ള പ്രതീക്ഷ എനിക്കുള്ളൂ. കാരണം ഗുരുദേവന്റെ പേരിൽ ഒരു കാര്യം ചെയ്യുന്നു. ശ്രീനാരായണ ഗുരുദേവൻ ഈ ലോകത്തിനോട് സന്ദേശം വിളിച്ചു പറഞ്ഞെങ്കിൽ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്, 100 വർഷങ്ങൾക്കപ്പുറം ഈ സന്ദേശം ലോകം ശ്രദ്ധിക്കുമെന്ന്. ശരിക്കും പറഞ്ഞാൽ അതറിഞ്ഞത് ഈ പരിപാടി അറിഞ്ഞതിന് ശേഷം കോൺഗ്രസ് നേതാവ് ഇതിനെ കുറിച്ച് ട്വീറ്റ് ചെയ്തപ്പോഴാണ്. 100 വർഷങ്ങൾക്കപ്പുറം ഈ സന്ദേശം ലോകം ശ്രദ്ധിക്കുമെന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ അത് സാധ്യമാക്കിയത് അങ്ങനെയുള്ള യാത്രകളാണ്. കാരണം നമ്മുടെ നാട്ടിൽ സമാധാനമുണ്ട്. നമ്മുടെ നാട്ടിൽ മാത്രമാണ്, നമ്മുടെ രാജ്യത്ത് വേണം, നമ്മുടെ ലോകത്ത് വേണം. ഗുരുദേവൻ അതാണ് ആഗ്രഹിച്ചത്. ഗുരുദേവൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഗുരുദേവൻ ലോകഗുരുവാണ്. അത് അദ്ദേഹത്തെ സമ്മേളനത്തിന് മുമ്പും അദ്ദേഹം ജീവിച്ചിരുന്നപ്പോഴും ജീവിച്ചതിന് ശേഷവും ഈ സമ്മേളനത്തിന് മുമ്പും ലോകഗുരുവാണ്. കാരണം ലോകത്തെ കുറിച്ചാണ് അദ്ദേഹം ചിന്തിച്ചത്. ഒരു ജാതി, ഒരു ദൈവം, ഒരു മതം, മനുഷ്യന്, മനുഷ്യവർഗത്തിനെന്ന് പറയുമ്പോൾ അദ്ദേഹം ലോകഗുരുവായി അന്നേ നിന്നിരുന്നു. ഇന്ന് ലോകം അംഗീകരിച്ചെന്ന് വേണമെങ്കിൽ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. എന്നും ലോകഗുരുവായി അദ്ദേഹം നിൽക്കും. കാരണം ലോകത്തെ പറ്റിയുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാട് നമുക്കൂടെ ഉണ്ടാവണം. നമ്മുടെ മനസ്സും അതുപോലെ വളരണം എന്നാണ് എനിക്ക് ഗുരുദേവൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു കാഴ്ചപ്പാട് നമ്മൾ ലോകം മുഴുവൻ എത്തുവാനുള്ള ശ്രമം, അത് ശിവരിമഠത്തിലെ സ്വാമിമാരുടെ പ്രത്യേക താല്പര്യമാണ്. പ്രത്യേകിച്ച് സച്ചിദാനന്ദ സ്വാമികളുടെയും അതുപോലെ തന്നെ ശുഭാനന്ദ സ്വാമികളുടെയും അതുപോലെ തന്നെ സർവേശ്വരാനന്ദ സ്വാമികളുടെയും പ്രത്യേക താല്പര്യമാണ്. ഞാൻ പക്ഷെ പലപ്പോഴും വിചാരിച്ചത് എങ്ങനെ നടക്കുമെന്നുള്ളത്. ഞാൻ പറഞ്ഞ പോലെ ജൂലൈയിൽ ഇവിടുന്ന് പോയി ഓഗസ്റ്റ് 1-ന് ശരിക്കും പറഞ്ഞാൽ UK ശിവഗിരി മഠത്തിന്റെ പുറത്തുള്ള, ഇന്ത്യക്ക് പുറത്തുള്ള ഒരു മഠമുണ്ട് ലണ്ടനിൽ. അവിടെയാണ് ആ യാത്ര തുടങ്ങിയത്. UK നിന്ന് യാത്ര പുറപ്പെടുന്ന ദിവസം അവിടെ നിന്നാണ് യാത്ര തുടങ്ങിയത്.
യാത്ര തുടങ്ങി 13-നെത്തി. ഓഗസ്റ്റ് 13-ന് UK-യിലെത്തി, വത്തിക്കാനിലെത്തിയപ്പോൾ പരിശുദ്ധ പിതാവിനെ കാണുവാനുള്ള അനുമതി ലഭിച്ചു. 3 ദിവസം മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞേ ഉള്ളൂ, പരിപാടി നടക്കൂല. ഞാനിത് കേട്ട് സത്യം പറഞ്ഞാൽ ഞെട്ടി. കാരണം എന്നെ അവിടെ കൊണ്ടുപോയിരിക്കുന്നത് ശബരിമല. ഇനി പരിപാടി നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് തിരിച്ചു കയറാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് നടത്താൻ ഞാൻ വിടത്തില്ല എന്ന് പറഞ്ഞു. അവസാനം അത് പരിശുദ്ധ പിതാവിനെ കാണുവാനുള്ള അനുമതി ലഭിച്ചു. അദ്ദേഹത്തിനോട് ഇത് സൂചിപ്പിക്കുവാൻ വീരേശ്വരാനന്ദ സ്വാമിജിക്ക് സാധിച്ചു. വീരേശ്വരാനന്ദ സ്വാമിജി ഇത് പറഞ്ഞപ്പോൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്തൊരു അച്ഛനുണ്ട്, ഞങ്ങളെ ഇവിടം വരെ എത്തിച്ച ഒരു അച്ഛൻ. അതാണ് ഫാദർ ജോർജ് പൂവക്കാട്. അദ്ദേഹം ഇത് ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇറ്റാലിയൻ ഭാഷയിൽ പരിശുദ്ധ പിതാവിനോട് പറഞ്ഞു. അദ്ദേഹം അനുമതി തന്നു പരിപാടിക്ക്. അപ്പോഴും പല കടമ്പകളാണ്. 2 മാസം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ 3 മാസം മാത്രമേ ഉള്ളൂ. എങ്ങനെ ഇത് നടത്തും? 100ഓളം പേര് ഇവിടുന്ന് പോകുന്നു, അവർക്ക് എങ്ങനെ വിസ കിട്ടും? അവിടെയാണ് പരിശുദ്ധ പിതാവ് ഒരു തീരുമാനമെടുത്ത് ഞങ്ങളെ രക്ഷിച്ചത്. അഭിവന്ധ്യ പൂവക്കാട്ട് അച്ഛനെ ജോർജ് കാർഡിനൽ പൂവക്കാട് എന്ന സ്ഥാനത്തിലേക്ക് ഉയർത്തി. അദ്ദേഹം തന്ന കത്ത് 85 പേർക്ക് വിസ കിട്ടിയത് അദ്ദേഹത്തിന്റെ ഒരു കത്തിന്റെ ബലത്തിൽ. അദ്ദേഹം കർദിനാളാണെന്ന് മാത്രമാണ് ഞങ്ങളുടെ സർവ്വമത സമ്മേളനം നടന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ആ കത്തിന്റെ ബലത്തിൽ ഞങ്ങൾ 85 പേരെയും കൊണ്ടുപോയി. 180ഓളം പേരുണ്ടായിരുന്നു. 180 പേരെയും മാർപ്പാപ്പ കണ്ടു, അവരുമായിട്ട് സംസാരിക്കാനുള്ള അവസരം ഒരുക്കി. എല്ലാവരുടെ ഗിഫ്റ്റും റിസീവ് ചെയ്തു. അപ്പൊ ഞാൻ ഈ വേദിയിലേക്ക് എങ്ങനെ കടന്നു വന്നു? ആരും ചോദിക്കാതാണ് ഞാൻ ഇങ്ങോട്ട് കടന്നു വന്നത്. അതുപോലെ ഞങ്ങൾ 180 പേരും വത്തിക്കാൻ പാലസിലേക്ക് കടന്നുപോയെന്ന് ഞാൻ നിങ്ങൾ വിശ്വസിക്കുന്നു. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സ്ഥലം, അവിടേക്ക് ഞങ്ങൾ കടന്നുപോയത് ഇങ്ങനെയാണ്. സത്യം പറഞ്ഞാൽ എനിക്കിതൊക്കെ അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട്. അത് നടന്നതും അതിനുശേഷം ഇതിന്റെ സമാപനം നടന്നത് അസീസിയിലാണ്. ഗുരുദേവൻ എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ പറഞ്ഞ വ്യക്തിത്വമാണ് ഫ്രാൻസിസ് ഓഫ് അസീസി. മൃഗങ്ങളെയും മനുഷ്യരെയും ഒക്കെ സ്നേഹിച്ച് ജീവിതം സർവം, അല്ലെങ്കിൽ എല്ലാ മതങ്ങളും ഒന്നാണ്, അല്ലെങ്കിൽ അവർ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാവരുതെന്ന് പറഞ്ഞുകൊണ്ട് ജീവിച്ച വ്യക്തിത്വം. ഈജിപ്തിൽ പോയി ഇസ്ലാമിക നേതാക്കന്മാരെ കണ്ട വ്യക്തിത്വം. അങ്ങനെ അവിടെ വെച്ച് സമാപിക്കാനും സാധിച്ചത് വലിയൊരു ദൈവത്തിന്റെ അനുഗ്രഹം, ഗുരുദേവന്റെ ആഗ്രഹം, കരുണ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്റെ കഴിവല്ല, അത് നടക്കാനുള്ളത് നിശ്ചയമാണ്. അത് നടന്നതിൽ ഞങ്ങളെല്ലാം അതിനകത്ത് ഭാഗവാക്കാക്കിയതേ ഉള്ളൂ. ഇവിടെ എന്നെ ആദരിക്കുമ്പോൾ ഞാനതിന് അർഹനല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഞാനതിനകത്തൊരു പങ്കാളി എന്ന് മാത്രമേ ഉള്ളൂ. പലരുണ്ട് അതിനകത്ത്. വീരേശ്വരാനന്ദ സ്വാമിജികളുടെ പങ്ക് ഉൾപ്പെടെയുള്ള പങ്ക്. പക്ഷേ എനിക്ക് ഇത് വലിയൊരു അത്ഭുതമായിട്ടാണ് ആ സമ്മേളനവും അതിനുശേഷം നടന്ന കാര്യങ്ങളും എനിക്ക് തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഗുരുദേവന്റെ ആഗ്രഹം സഫലമായി, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞത് യാഥാർത്ഥ്യമായി എന്നതിൽ എനിക്കതിൽ പങ്കുവഹിക്കാൻ സാധിച്ചതിലും അത് എനിക്ക് ശിവരി മഠവുമായിട്ടുണ്ടായ ബന്ധവും അതൊക്കെ ഞാൻ കൂട്ടി വായിക്കുമ്പോൾ അത് ഗുരുദേവന്റെ ആഗ്രഹം, അനുഗ്രഹം എന്ന് മാത്രമേ ഈ അവസരത്തിൽ ഞാൻ പറയത്തുള്ളൂ. തീർച്ചയായിട്ടും ഗുരുദേവന്റെ ആഗ്രഹം ഞങ്ങൾക്ക് സഫലമായപ്പോൾ ഒത്തിരി പേരുടെ ആഗ്രഹമാണ് സഫലമായത്. ഒത്തിരി പേർക്ക് പരിശുദ്ധ പിതാവിനെ കാണുവാനുള്ള അവസരം, ഞങ്ങൾക്ക് 2 മണിക്കൂർ അദ്ദേഹവുമായി നിൽക്കുവാനുള്ള അവസരം, ലോകത്തിൽ പലർക്കും സാധിക്കാത്ത കാര്യം സാധിച്ചതിന്റെ ചാരിതാർത്ഥ്യം. തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും സത്യവും ധർമ്മവും ഗുരുദേവന്റെ പാതയിൽ മുന്നോട്ട് പോയാൽ, ഗുരുദേവൻ കാണിച്ച വഴി ഈശ്വര ഭക്തിയാണ് എല്ലാം. ഭക്തി ഇല്ലാത്ത ജീവിതത്തിന് ഒപ്പില്ലാത്ത കഞ്ഞി കൊടുക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഓരോരുത്തർക്കും ഭക്തി ഉണ്ടാവേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ സത്യമായി ഭക്തിയോടെ ഏത് കാര്യം ആവശ്യപ്പെട്ടാലും നമ്മുടെ ജീവിതത്തിൽ നടക്കും എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ സർവ്വമത സമ്മേളനം. തീർച്ചയായിട്ടും നമുക്ക് ഓരോരുത്തർക്കും അതിന്റെ പ്രചോദനം കിട്ടട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇവിടെ പ്രിയപ്പെട്ട ഗിരീഷേട്ടൻ പ്രസംഗത്തെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. അതിന് മറുപടി പറയാൻ ഞാൻ ആളല്ല. ഞാൻ ഫസ്റ്റ് ടൈമറായിട്ടുള്ള ഒരു MLA മാത്രമാണ്. എനിക്ക് പാർട്ടി തരുന്ന ചുമതലകൾ ഏറ്റ് ചെയ്യുക എന്ന് മാത്രമാണ്. പാർട്ടി എന്ത് പറയുന്നു അതിനപ്പുറം ഞാനൊന്നും പറയില്ല. അങ്ങോട്ട് പോവുക എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവുക.
അതുകൊണ്ട് പാർട്ടി നേതൃത്വമാണ് എല്ലാ കാര്യങ്ങളും പറയേണ്ടതെന്ന് തീരുമാനിക്കണം. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, എല്ലാ സമൂഹങ്ങളെയും ചേർത്ത് പിടിക്കുന്ന നേതൃത്വമാണ് ഇന്ന് കോൺഗ്രസ് ഉള്ളത്. ആ കോൺഗ്രസ് നേതൃത്വം എല്ലാ സമൂഹങ്ങളെയും ചേർത്ത് പിടിച്ചിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അങ്ങനെ ചേർത്ത് പിടിക്കേണ്ട ആ സാഹചര്യം ഉണ്ടായാൽ ഞാനും നിങ്ങളോടൊപ്പം കാണും എന്ന് പറയുവാൻ ഈ അവസരമെടുത്തുകൊണ്ട് നിങ്ങൾ എനിക്കിവിടെ തന്ന ഈ വലിയ ആദരത്തിന് തീർച്ചയായിട്ടും വലിയൊരു ആദരവും വലിയൊരു സ്നേഹവുമാണ് ഇവിടെ നൽകിയത്. വത്തിക്കാനിൽ ലഭിച്ച സ്നേഹം പോലെ തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന സ്നേഹം. കഴിഞ്ഞ വർഷം പദയാത്രയോടൊപ്പം നടക്കാൻ സാധിച്ചു, ഈ വർഷവും പദയാത്രയോടൊപ്പം നടക്കാൻ സാധിച്ചു. അത് കഴിഞ്ഞ് 31 പരിപാടിക്കും രാവിലെ നടക്കുവാൻ സാധിച്ചു. തീർച്ചയായിട്ടും അതൊക്കെ ഓരോ നിയോഗങ്ങളായിട്ട് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. തീർച്ചയായിട്ടും ഇവിടെ വരുവാനും നിങ്ങളോടൊപ്പം ആയിരിക്കുവാനും സാധിച്ചതിൽ അതിയായ സന്തോഷം. പ്രിയപ്പെട്ട പ്രകാശേട്ടനും ഇതേപോലെ തന്നെ ആക്റ്റീവായിട്ട് നടക്കുന്ന ആളാണ്. അദ്ദേഹം ഇങ്ങനെ ഓടി നടക്കുക. സത്യം പറഞ്ഞാൽ ഞാനിവിടെ വന്നപ്പോൾ ഈ കാർഡ് ആദ്യം നോക്കിയത് എൻ്റെ ഫോട്ടോയുമുണ്ട്. ഓരോരുത്തർക്ക് ഫോട്ടോ അടിച്ചാൽ കൊടുത്ത് തനിക്ക് തോന്നുന്നു. അത്രയ്ക്ക് കൃത്യമായ ഒരു ഡിസിപ്ലിനിൽ ഒരു അച്ചടക്കത്തിലാണ് നടത്തിയിരിക്കുന്നത്. സാധാരണ ഈ സമ്മേളനത്തിൽ പോലെ ഇങ്ങനെ ഒരു കാർഡ് കാണുമെങ്കിൽ ഫോട്ടോ കാണത്തില്ല, പേരും കാണത്തില്ല. അത് ജസ്റ്റ് പക്ഷെ അത്രയ്ക്ക് ചിട്ടയായി അത്രയ്ക്ക് നല്ല കോർഡിനേഷനോടെ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളോടൊപ്പം ഡ്രാമ കാണാൻ ഞാൻ ഉണ്ടായിരുന്നു. ഈ വർഷം പക്ഷേ പറ്റുമെന്ന് തോന്നുന്നില്ല. അത് ഞാനൊന്ന് വാഗമണ്ണിന് പോയി. ഇനി വാഗമണ്ണിൽ പോയിട്ട് തിരിച്ചു വന്നു. എന്നാൽ മാത്രമേ എൻ്റെ ദിവസം അവസാനിക്കത്തുള്ളൂ. എല്ലാവിധമായ ആശംസകളും തിരുവുത്സവത്തിൻ്റെ നേരുന്നു. നമ്മുടെ നാട്ടിൽ സമാധാനവും ശാന്തിയും കളിയാടട്ടെ. നമ്മുടെ നാട്ടിൽ ഗുരുദേവന്റെ വചനങ്ങൾക്ക് പ്രസക്തി എല്ലാവരും ഒന്നാണെന്നുള്ള വലിയ ആശയം നമ്മുടെ നാട്ടിൽ നിലനിൽക്കട്ടെ. അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ധർമ്മം. അതുപോലെ ഗുരുദേവൻ വളർന്നുപോലെ ലോകത്തോളം വളരുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അത് എരികാട് SNDPയുടെ ശാഖയ്ക്ക് അതിലൂടെ കൂടുതൽ കരുത്തും ശക്തിയും കിട്ടട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധമായ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്. മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നിന്നും ബോട്ടണി ബിരുദത്തിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ തോട്ടക്കാട് ശാഖാംഗമായ കുമാരി ആര്യ സാബുവിനെ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. MG യൂണിവേഴ്സിറ്റി MA HR പരീക്ഷയിൽ 9ാം റാങ്ക് കരസ്ഥമാക്കിയ എരികാട് ശാഖാംഗമായ കുമാരി ആര്യരാജൻ ഏറത്തായി പാലം ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ജില്ലാ സംസ്കൃത കലോത്സവത്തിൽ കഥാരചനയ്ക്കും കഥാകഥനത്തിനും A ഗ്രേഡും സബ് ജില്ലാ തലത്തിൽ കഥാരചനയ്ക്ക് ഫസ്റ്റ് A ഗ്രേഡും കരസ്ഥമാക്കിയ കഥാകഥനത്തിന് ഫസ്റ്റും A ഗ്രേഡും നേടിയ എരികാട് ശാഖാംഗമായ കുമാരി ആദിത്യ സനലിനെ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. സബ് ജില്ലാ കലോത്സവത്തിൽ മലയാളം പ്രസംഗം, പദ്യം ചൊല്ല്, സംഘഗാനം, സംഘനൃത്തം എന്നിവയിൽ A ഗ്രേഡ് വാങ്ങിയ എരികാട് ശാഖാംഗമായ കുമാരി അനാമിക അനീഷിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ശാഖയുടെ മുന്നിൽ മനോഹരമായി പുതിയൊരു കാണിക്ക മണ്ഡപം എന്ന ആശയത്തെ തിരുവുത്സവത്തോടനുബന്ധിച്ച് യാഥാർത്ഥ്യമാക്കി തിരുവുത്സവ ദിനത്തിൽ തന്നെ ഉദ്ഘാടനം ചെയ്യുന്നതിന് തക്കതായ രീതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ചു നൽകിയ പ്രസാദ് പി മാധവനെ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ നാട്ടിലെ എല്ലാ സാമൂഹിക പ്രശ്നങ്ങളും ജനങ്ങളിലേക്ക് ഞൊടിയിടയിൽ എത്തിച്ചുകൊണ്ട് പുതുപ്പള്ളിയിലെ ഏതൊരു വ്യക്തിക്കും സുപരിചിതനായ പുതുപ്പള്ളി ടുഡേ എന്ന സ്വകാര്യ ചാനലിന്റെ ഉടമയായ PG വിനോദിനെ ശാഖയുടെ ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു.
പുരോഗതി എന്ന ലോകത്തിന്റെ സർവോന്മുഖമായ പുരോഗതിക്ക് കാരണമായ ഈ കാലഘട്ടത്തിൽ ശാസ്ത്രബന്ധങ്ങൾക്ക് മുമ്പേ ശതാബ്ദങ്ങൾക്ക് മുമ്പേ ഗുരുദേവൻ തന്റെ തീർത്ഥാടന ലക്ഷ്യങ്ങളിലൂടെ ഉദ്ഘോഷിച്ച ശാസ്ത്ര സാങ്കേതിക പുരോഗതിയെ ഇന്ന് നമ്മുടെ ശാഖായോഗം കർമ്മപദത്തിലേക്ക് കൊണ്ടെത്തിച്ചുകൊണ്ട് കമ്പ്യൂട്ടർ വൽക്കരണം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു. ലാളിത്യത്തിന്റെയും എളിമയുടെയും ഉത്തമ പ്രതീകമായ ചങ്ങനാശ്ശേരി SNDP യൂണിയൻ വൈസ് പ്രസിഡന്റ് ശ്രീ PM ചന്ദ്രൻ അവറുകളെ കമ്പ്യൂട്ടർ വൽക്കരണം ഉദ്ഘാടനം ചെയ്യുന്നതിന് ക്ഷണിച്ചുകൊള്ളുന്നു. തീർച്ചയായും ഇവിടെ കാണിക്കാൻ മണ്ഡപത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ സഹയോഗത്തിൻ്റെ ലഹനപുര വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന പദ്ധതിയായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ അനവധി പ്രവർത്തനങ്ങൾ കൊണ്ട് വളരെ ശ്രദ്ധേയമായ ഈ ഭരണസമിതിക്ക് എല്ലാവിധ ആശംസകളും സ്നേഹവും അർപ്പിച്ചുകൊണ്ട് ഈ കമ്പ്യൂട്ടർ പ്രവർത്തനത്തിൻ്റെ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുദേവ പ്രഥമജി. എൻ്റെ നിക്ഷിപ്തമായ കർത്തവ്യം എന്ന് പറയുന്നത് ഇവിടെ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുക എന്നുള്ളതാണ്. ഞാൻ ആമുഖമായി പറയുകയാണ്. ഒരു 10 മിനിറ്റ് മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ. ഇവിടെ സർവമത സമ്മേളനത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് അതിനൊരു നിയോഗം പോലെ നമ്മുടെ MLA പങ്കെടുത്തതിനെ കുറിച്ചുമൊക്കെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ ബഹുമാനായ ശാഖായോഗം പ്രസിഡന്റ് സൂചിപ്പിച്ചു. ആദ്യമേ തന്നെ അദ്ദേഹം നമ്മുടെ MLA സംബോധന ചെയ്തത് ശ്രീനാരായണി എന്നാണ്. അദ്ദേഹം അതിനെടുത്തു പറഞ്ഞു, ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ടാണ്. പക്ഷെ നമുക്ക് പറയുവാൻ കഴിയും, ഈ കൊച്ചു കേരളത്തിൽ 20 ലക്ഷത്തോളം ജനങ്ങൾ ശ്രീനാരായണ ഗുരുദേവനെ കൺകണ്ട ദൈവമായി ആരാധിച്ചിരുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് മഹത്തായ നമ്മുടെ SNDP യോഗത്തിൻ്റെ 4 അതിരുകൾക്കുള്ളിൽ നിന്നുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ മഹത്തായ സംഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ടോ അല്ലായിരുന്നു. ഗുരുവിൻ്റെ ഈശ്വരീയത മനസ്സിലാക്കിയിട്ട് തന്നെയായിരുന്നു. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യം ശ്രീനാരായണ ഗുരുദേവനെ അനുസരിക്കുകയും ഗുരുവിനെ അംഗീകരിക്കുകയും ഗുരുവിനെ ബഹുമാനിക്കുകയും ഗുരുവിനെ വിശ്വസിക്കുകയും അതിലുപരി ഗുരുദേവൻ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന, ചുരുക്കി പറഞ്ഞാൽ ഗുരുവിനെ അനുസരിക്കുന്ന എല്ലാവരെയും ശ്രീനാരായണയാണ്. അവർ തീർച്ചയായും എൻ്റെ വിഷയത്തിൽ കടക്കുന്നു. ഇവിടെ സർവമത സമ്മേളനത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ഈ സർവമത സമ്മേളനം 1924 ശ്രീനാരായണ ഗുരുദേവനെ വിളിച്ചു കണ്ടത്. പക്ഷേ അതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അതിന് അടിസ്ഥാന ശിലമായിക്കൊണ്ട് തൃപ്പാദങ്ങൾ ഒരു സംഭാഷണം നടത്തി. ഒരുപക്ഷെ നമ്മളെ അധികം പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന CV കുഞ്ഞിരാമൻ, അതായത് നമ്മുടെ കേരള കൗമുദിയുടെ പത്രാധിപർ കുഞ്ഞിരാമനോട് ഒരിക്കൽ പറയുകയാണ്, കുഞ്ഞിരാമ, ഇന്ന് ഇന്ത്യയുടെ ആവശ്യം എന്താണ്? രാജ്യങ്ങൾ തമ്മിലും മതങ്ങളും തമ്മിലുള്ള വൈര്യം ഒന്നൊന്നിനെ തോൽപ്പിക്കുവാനുള്ള ശ്രമം. അതൊരു ഗുരു പറയാ, കുഞ്ഞിരാമ, ഒരു രാജ്യത്തിന് വേണമെങ്കിൽ മറ്റൊരു രാജ്യത്തെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുവാൻ കഴിയും. ഒരു രാജ്യം തോൽക്കുകയോ ജയിക്കുകയോ ചെയ്യും. പക്ഷേ ഒരു മതത്തിന് മറ്റൊരു മതത്തെ തോൽപ്പിക്കുവാനോ ജയിപ്പിക്കുവാനോ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ മത അനുയായികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കണ്ടോ, എത്ര അർത്ഥവത്തായ വാക്കുകളാണ് സ്വാമി തൃപ്പാദങ്ങൾ പറയുക. അതിന് ഗുരുദേവൻ പറഞ്ഞു, അതിനെന്താണ് ഒരു പരിഹാരം? എല്ലാവരും എല്ലാ മതങ്ങളും പഠിക്കണം. കണ്ടോ, സമഭക്തിയോടും സമബുദ്ധിയോടും കൂടി എല്ലാവരും എല്ലാ മതങ്ങളും പഠിക്കുമ്പോൾ മനസ്സിലാകും അതിൻ്റെ കാതലായ അർത്ഥത്തിൽ യാതൊരു വ്യത്യാസവുമില്ല. അപ്പോൾ നമ്മൾ അനുഭവിക്കാതെ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് പറയുവാൻ കഴിയില്ല. ഇവിടെ നമ്മുടെ മതം മാത്രം ശ്രേഷ്ഠവും മറ്റുള്ള മതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാതെ പഠിക്കാതെ അവയൊന്നും ഇതിനോടൊപ്പം വരികയില്ല എന്ന് പറയുമ്പോൾ ഗുരു പറഞ്ഞു, പലമത സാരവും ഏകമെന്ന് പാരാതുലകിലെ ആനയിൽ അന്ധരെന്ന പോലെ. പാരാതെ, കണ്ടോ ആ വാക്കാണ്, അന്വേഷിക്കാതെ. നമ്മളൊന്നും അന്വേഷിക്കുന്നില്ല. അന്വേഷിക്കാതെ അനുഭവിക്കാതെ എങ്ങനെ പറയുവാൻ കഴിയും എൻ്റെ മതം മാത്രമാണ് മെച്ചപ്പെട്ടതെന്ന്? അപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, അതുകൊണ്ട് എന്ത് ചെയ്യാൻ പോവാണ്? നാം
ശിവഗിരിയിൽ ഒരു മഹാപാഠശാല സ്ഥാപിക്കുവാൻ പോവുകയാണ്. അവിടെ എല്ലാ മതങ്ങളും പഠിക്കുവാനായിട്ടുള്ള സംവിധാനം ഉണ്ടാകണം. ഇവര് പറഞ്ഞു എല്ലാ മതങ്ങളും സമഭക്തിയോടും സമബുദ്ധിയോടും കൂടി പഠിക്കുമ്പോൾ മതങ്ങൾ തമ്മിൽ അതിന്റെ അർത്ഥങ്ങൾ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അങ്ങനെയുള്ള മതമാണ് നമ്മുടെ മതം. നമുക്കറിയാം, ഹൈന്ദവ സംസ്കാരം തന്നെ പഠിപ്പിക്കുന്നു അഹം ബ്രഹ്മാംസി, അല്ല തത്വമസി, അത് ഞാനാകുന്നു, അല്ല നീ ആകുന്നു, ബ്രഹ്മം ഞാനാകുന്നു. നമ്മുടെ ക്രൈസ്തവ സംസ്കാരം നമ്മളെ പഠിപ്പിക്കുന്നു ഞാനും എൻ്റെ പിതാവും ഒന്നാകുന്നു. അവിടെയും പറയുന്നു പിതാവും മനുഷ്യനും രണ്ടല്ല ഒന്ന് തന്നെയാണ്. നമ്മുടെ ഇസ്ലാം സംസ്കാരം നമ്മെ പഠിപ്പിക്കുന്നു അൻ അൽ ഹൽക്ക്, അതായത് ദയാവരനും കരുണാനിധിയുമായ അള്ളാഹുവും ഞാനും ഒന്നാകുന്നു. അപ്പോൾ ഇവിടെ സഹോദരങ്ങളെ, ഇവിടെ ഈശ്വരന്റെ മനുഷ്യൻ രണ്ടല്ല, ഈശ്വരാംശിയായ മനുഷ്യനാണ്. ഗുരു പറഞ്ഞു എല്ലാവരും ആത്മസഹോദരൻ എന്നല്ലേ പറയേണ്ടത്, ഓർക്കുകയും നാം പറയുമ്പോൾ നമ്മൾ ഓർക്കുന്നില്ല. അപ്പോൾ അതാണ് ഗുരുദേവന്റെ ദർശനം എന്ന് പറയുന്നത്. അത് മാനവികതയാണ്, മനുഷ്യത്വമാണ്. അതായത് ഒരു മനുഷ്യന്റെ സമഗ്രമായ വികസനത്തിന് എന്തെല്ലാം കാര്യങ്ങളാണോ ഒരു മനുഷ്യന്റെ അവന്റെ അഭ്യുന്നതിക്ക്, അവന്റെ ശ്രേയസ്സിന്, അവന്റെ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്നത്, അവയെ എല്ലാം ഗുരുദേവൻ എതിർത്തു. ഗുരുവിന്റെ മുമ്പിൽ ദൈവങ്ങൾക്കോ മതങ്ങൾക്കോ അല്ല സ്ഥാനം. അതുകൊണ്ടല്ലേ ആ പരമകാരുണ്യവാനായ മഹാഗുരുവിന് പറയുവാൻ കഴിഞ്ഞു മതമേതായാലും മനുഷ്യൻ എന്നാണ്. കണ്ടോ, അതാണ് എല്ലാവർക്കും സ്വീകാര്യമായ ദർശനമാണ് ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനം. അതുകൊണ്ടാണ് വത്തിക്കാനിൽ ഇവിടെ MLA സൂചിപ്പിച്ചു, ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനം ആ ഭാഷയിൽ തർജ്ജമ ചെയ്തപ്പെട്ടപ്പോൾ അവിടെ ഇരുകൈ നീട്ടി സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ തന്നോടൊപ്പം അന്യനും തുല്യ പ്രാധാന്യം നൽകുന്ന ഒരു ദർശനമുണ്ടെങ്കിൽ അത് ശ്രീനാരായണ ദർശനമാണ്. പ്രിയം അവരൻ്റെ തൻ പ്രിയം, സുഹീയ പ്രിയം അപരപ്രിയം ഇപ്രകാരമാകും. നയമതിനാലേ നരന നന്മ നൽകൂ, ക്രിയ അപരക്രിയഹേതുവായി വരണം. ആത്മോപദേശത്തിൽ ഗുരു പറയുകയാണ്. ഞാൻ ധരിപ്പിക്കുന്നില്ല. അത് നമ്മൾ അറിയണം. നമ്മുടെ അറിവിന്റെ അവസാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള എല്ലാ ശാസ്ത്രങ്ങളും, അല്ല നാളുകൾ ഉണ്ടാകാൻ പോകുന്ന ശാസ്ത്രങ്ങൾക്കും എല്ലാം ഉത്തരം നൽകുന്ന സംഹിതയാണ് വേദാന്തം. അതിന്റെ വാക്വാർത്ഥം വേദം, അറിവ്, അന്തം, അവസാനം. അപ്പൊ അറിവിന്റെ അവസാനമാണ്. ഇപ്പോൾ വേദാന്തത്തിന്റെ സംഹിത എന്ന് പറയുന്ന ഉപനിഷത്തുകൾ, ഭഗവത്ഗീത, ബ്രഹ്മസൂത്രം, ഈ 3 സംഹിതയോട് ചേരുന്നതിനെയാണ് നാം വേദാന്തം എന്ന് പറയുന്നത്. നമ്മളറിയണം, ഈ വേദാന്തം എന്ന് പറയുന്ന ഉപനിഷത്തുകളുടെ ശ്ലോകങ്ങളെ പിൻപറ്റിയാണ് ഭഗവത്ഗീതയും ബ്രഹ്മസൂത്രവും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ മലയാളക്കരയുടെ ഭഗവത്ഗീതയാണ് ആത്മോപദേശമെന്നാണ് സുകുമാരായിരിപ്പോൾ വിശേഷിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ്? അദ്ദേഹം നന്നായി സംസ്കൃതം പഠിച്ചു, അറിവ് നേടി കഴിഞ്ഞപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി സാക്ഷാൽ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ ഇതെല്ലാം നന്നായി പഠിച്ചിട്ട് എന്ത് ചെയ്തു? ഇത് സാധാരണക്കാരന് മനസ്സിലാകത്തക്ക രീതിയിൽ ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകൻ ഒരു കൊച്ചുകുട്ടിയെ പഠിപ്പിക്കുന്നത് പോലെ പറഞ്ഞു നൽകി. നമ്മുടെ മഹാവാക്യങ്ങളായ ഉപനിഷത്ത് മഹാവാക്യങ്ങളായ തത്വമസിയും അഹം ബ്രഹ്മാംസിയും പ്രജ്ഞാനം ബ്രഹ്മയും അയമാത്മാ ബ്രഹ്മയും കാച്ചി കുറുക്കി അങ്ങോട്ട് എടുത്തിട്ട് നമുക്ക് മനസ്സിലാകാത്ത രീതിയിൽ ഗുരു പറഞ്ഞു എല്ലാവരും ആത്മസഹോദരനല്ലേ. അതാണ് ഇപ്പൊ വത്തിക്കാനിൽ പോലും ശ്രീനാരായണ ദർശനമല്ല സർവ്വമത സമ്മേളനത്തെ ഇരുകൈ നീട്ടി സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സ്വീകാര്യമായ ഒരു ദർശനമാണ് ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനം. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് ഈശ്വര പൂജ എന്ന് പറയുന്നത് മനുഷ്യനെ സേവിക്കുന്നതിലാണ്. എല്ലാ മതങ്ങളും മനുഷ്യന്റെ സുഖമാണ് പ്രദാനം ചെയ്യുന്നത്. അല്ല, ഏത് മതമാണെങ്കിൽ പോലും അവിടെ മനുഷ്യൻ സുഖം ലഭിച്ചില്ലെങ്കിൽ, സുഖമില്ലെങ്കിൽ ആരും ഒരു മതത്തിലും പോകില്ല. നാം ഇവിടെ തൃപ്പാദങ്ങളെ ഈശ്വരനായി കണ്ട് ആരാധിക്കപ്പെടുമ്പോഴും അതിന് ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ സുഖമാണ്. പക്ഷെ ഗുരു പറയുകയാണ്, ഈ സുഖം എന്താണ്? ഇത് ആത്മസുഖമാണ്. ഈ ആത്മസുഖം എന്ന് പറയുന്നത് എന്താണ്? നമ്മളിതെല്ലാം കൂടികൊള്ളുന്ന പരമാത്മ ചൈതന്യം എന്ന് പറയുന്നത് ഈശ്വര ചൈതന്യമാണെന്നാണ് ഗുരു പഠിപ്പിക്കുന്നത്. അവൻ ഇവൻ എന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ലോകത്ത് തന്നെ നമ്മളെല്ലാം ഈശ്വരാംശികളാണ്. അതുകൊണ്ട് അവനവൻ ആത്മസുഖത്തിൽ ആചരിക്കുന്നവ അവരെന്നെ സുഖത്തിലായി വരണം. കണ്ടോ, നാം എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും ആ പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്നവന് ഗുണമുണ്ടാകണമെന്നാണ് നാരായണ ഗുരുദേവൻ പഠിപ്പിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഗുരുവിന്റെ ദർശനം ഉൾക്കൊള്ളാതിരിക്കാൻ കഴിയുന്നത്? പ്രിയം അപരന്റെ തൻ പ്രിയം, സുഖീയ പ്രിയം അപരപ്രിയം ഇപ്രകാരമാകും നയം.
ആ നയമതിനാലേ നരന് നന്മ നൽകൂ, ക്രിയ അപരക്രിയ ഹേതുവായി നടക്കട്ടോ. നാം എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും ആ പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്നവന് ഗുണമുണ്ടാകണം കേട്ടോ. അതാ ശ്രീനാരായണ ദർശനം. അപ്പോൾ ശ്രീനാരായണ ദർശനം എന്ന് പറയുമ്പോൾ അത് മാനവികതയാണ്, അതിൻ്റെ അടിസ്ഥാനം മനുഷ്യത്വമാണ്. ഒരു മനുഷ്യനെ അവന്റെ സർവ്വതോമുഖമായ പുരോഗതിക്ക് എന്തെല്ലാം കാര്യങ്ങൾ തടസ്സമായി നിന്നിരുന്നോ അതിനെ എല്ലാം ഇല്ലാണ്ട് ചെയ്തു ഗുരുദേവൻ. നമുക്കറിയാം, ക്ഷേത്രത്തിൽ പോകുവാനും പൊതുവഴിയിൽ കൂടി നടക്കുവാനും നല്ല വസ്ത്രങ്ങൾ ധരിക്കുവാനും എന്തിന് അവന്റെ മൗലികമായ എല്ലാ അവകാശങ്ങളെയും ഖനിച്ചപ്പോൾ ഗുരു നമ്മോട് പറഞ്ഞു, എന്ത് പറഞ്ഞു? നമ്മളോട് പറഞ്ഞു, ഇരമുതലായവയെന്നും ഇപ്രകാരം വരവിനിയും വരവിട്ടു നിൽപ്പതേകം അറിവതു നാമതു തന്നെ മറ്റെല്ലാവരും അതു തൻ വടിവാർന്നു നിന്നിടുന്നു. സഹോദരങ്ങളെ, ഇരമുതലായവ എന്ന് പറഞ്ഞാൽ സുഖദുഃഖ സമ്മിശ്രമാണ് നമ്മുടെ ജീവിതം. അത് ഇനിയും വന്നു പോയിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്കറിയാം, വയനാട്ടിൽ ഒത്തിരി വലിയൊരു ദുരന്തമുണ്ടായി. ചൂരൽമലയിൽ ഒത്തിരി നമ്മുടെ ആത്മസഹോദരങ്ങൾ നഷ്ടപ്പെട്ടു. ഒരു പറഞ്ഞു, പ്രകൃതി പിടിച്ചു ചുഴറ്റിടും പ്രകാരം സുഹൃത്തുക്കൾ പോലും അഹോവലഞ്ഞിടുന്നു. കണ്ടോ? അപ്പോൾ പ്രകൃതിയുടെ നിയമത്തെ അനുസരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയുള്ളൂ. പ്രകൃതിക്ക് വിരുദ്ധമായി നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ ഗുരു പറയാം, ഇനിയും ഇതൊക്കെ വന്നുകൊണ്ടേയിരിക്കും. നാം പ്രകൃതിയെ അനുസരിക്കാതെ ജീവിച്ചാൽ, അതായത് സുഖദുഃഖ സമ്മിശ്രമായ ജീവിതങ്ങൾ ഇരമുതലായവ എന്നൊരു പ്രകാരം വരവിനിയും വരവിട്ടു നിൽക്കും. എന്താണ് ഇവിടെ വരാതെ നിൽക്കുന്നതെന്ന് മാത്രമാണ്. അതിന് ഗുരു പറയുകയാണ്, അതാണ് അറിവ്. ആ അറിവിനെയാണ് ഗുരുദേവൻ ആത്മാവ്, അല്ലെ നമ്മളെ പോലെയുള്ളവര് ഈശ്വരൻ എന്ന് പറയുന്നത്. അപ്പോൾ ഗുരു പറയുക, ശ്രദ്ധിക്കുക, അറിവത് നാമത് തന്നെ. കണ്ടോ? ആ അറിവാകുന്നു നാം ഈശ്വരനാകുന്നു. അടുത്ത ലൈൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഗുരുവിന്റെ ദർശനം ഞാൻ പറഞ്ഞ നാനാജാതി മതസ്ഥരായ ആൾക്കാർ ഈ മഹത്തായ സംഘടനയോ മഹത്തായ സമുദായത്തെ കണ്ടുകൊണ്ടല്ല സാക്ഷാത് ശ്രീനാരായണ ഗുരുദേവനെ കൺകണ്ട ദൈവമായി ആരാധിച്ചിരുന്നു എന്ന് പറയുന്നത് ഗുരുവിന്റെ ഈശ്വരീയത. ഗുരു പറയുകയാണ്, അറിവത് നാമത് തന്നെ. ആ അറിവെന്ന് പറയുന്നത്, അല്ലെ ആത്മാവെന്ന് പറയുന്നത്, ഈശ്വരൻ എന്ന് പറയുന്നത് നാം തന്നെയാകുന്നു. അറിവത് നാമത് തന്നെ മറ്റെല്ലാവരും അതു തൻ. കണ്ടോ? യാതൊരു വ്യത്യാസമില്ല. ഗുരു പറയുകയാണ്, നാം ഈശ്വരനാകുന്നു, നിങ്ങളും ഈശ്വരനാകുന്നു. ഇതാണ് ഗുരുവിന്റെ ദർശനം. അറിവത് നാമത് തന്നെ മറ്റെല്ലാവരും അതു തൻ വടിവാർ നിന്നിടുന്നു. ആത്മസഹോദരങ്ങളെ, ഇപ്പോൾ ഈശ്വരനും മനുഷ്യനും രണ്ടല്ല, ഈശ്വരനും മനുഷ്യനും ഒന്നാണ്. ഈശ്വരാംശിയായ മനുഷ്യരാണ് നമ്മൾ. അപ്പോൾ ഗുരുദേവൻ പഠിപ്പിക്കുന്നു, എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും ആ പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്നതിന് ഗുണമുണ്ടാകണം. മനസ്സ വാച കർമ്മണ സത്യം വദ ധർമ്മം ജര. ഗുരു പഠിപ്പിച്ചു, സത്യം ജയിക്കുന്നെങ്കിൽ സർവദാ, ധർമ്മം ജയിക്കുന്നെങ്കിൽ സർവദാ, അധർമ്മം ജയിക്കുന്നില്ല, അസത്യം ഒരിക്കലും. അപ്പോൾ എല്ലാവർക്കും നാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ, കൃപാകടാക്ഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ ബഹുമാന്യായ പ്രസിഡന്റ് സൂചിപ്പിച്ചു, ഇനി 2 വർഷങ്ങൾ കൂടി കഴിഞ്ഞാൽ നാം 100ലേക്ക് അടുക്കുകയും. എത്ര ഭാഗ്യമുള്ളവരാണ് നമ്മൾ, സുഹൃതശാലികളാണ് നമ്മുടെ പൂർവ്വസൂരികളായ പിതാക്കന്മാർ. നമ്മൾക്ക് എന്തെല്ലാം ആത്മീയവും ഭൗതികവുമായ സാഹചര്യം ഈ സഹായത്തിനുണ്ട്. നമ്മുടെ മുൻകാല പ്രവർത്തകരെല്ലാം നൽകിയ ആ സഹകരണവും അവരുടെ പ്രവർത്തന ഫലവുമാണ്. ഇവിടെ നാം ചിന്തിക്കപ്പെടേണ്ടത് സാക്ഷാൽ ഈശ്വര അവതാരമായ ഈശ്വര തന്നെയായ ശ്രീനാരായണ ഗുരുദേവൻ തിരികെ കൊളുത്തി നമുക്ക് നൽകിയ നമ്മുടെ മഹത്തായ പ്രസ്ഥാനം SNDP യോഗം. അതിൻ്റെ ഒരു കുടുംബ യൂണിറ്റിൽ ഒരംഗമായിരിക്കുവാൻ പോലും കഴിയണമെങ്കിൽ അത് നിയതിയുടെ നിയോഗമാണ്. കണ്ടില്ലേ, MLA പറഞ്ഞില്ലേ, അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഓർത്തു ഇതൊക്കെ നടക്കില്ല, പക്ഷെ നടന്നു. നിയതിയുടെ നിയോഗമാണ്. ഗുരു പഠിപ്പിച്ച എന്താണ്? നിസ്വാർത്ഥമായ പ്രവർത്തനത്തിന് പ്രസിഡന്റ് എപ്പോഴും ഓർത്തിരിക്കുക, നിസ്വാർത്ഥമായ പ്രവർത്തനത്തിന് ഈശ്വരാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കും. അതിന്റെ മഹുടോദാഹരണമാണ് നമ്മുടെ സഹായവും. തീർച്ചയായിട്ടും 2 വർഷങ്ങൾ കൊണ്ട് 100 വർഷത്തിലേക്ക് കടക്കുമ്പോൾ സാക്ഷാൽ ഈശ്വര അവതാരമായ നാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ കയ്യിൽ നിന്നും രജിസ്ട്രേഷൻ വാങ്ങിയ നമ്മുടെ പൂർവ്വസൂരികളായ പിതാക്കന്മാരെ സ്മരിക്കുന്നു. എല്ലാവിധമായ അനുഗ്രഹവും കൃപാകടാക്ഷവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ സ്നേഹോഷ്മളമായ ഉത്സവ ആശംസകൾ കൂടി നേർന്നുകൊണ്ട് എൻ്റെ കുഞ്ഞുവാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശാഖയുടെ ഏതൊരു ആവശ്യത്തിനും നമ്മോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിച്ചു വരുന്ന പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ പ്രമോദ് കുര്യാക്കോസ് അവരുടെ തിരുവത്സവ ആശംസകൾ അറിയിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശാരീരിക അസ്വസ്ഥതകളൊക്കെ കാരണം വിശ്രമത്തിലായിരുന്നു. വളരെയധികം ആഗ്രഹമുണ്ടായിരുന്നു ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ. അതിലൂടെ എത്തിയതിൽ അതിയായ സന്തോഷമുണ്ട്. അത് ഗുരുദേവന്റെ അനുഗ്രഹവും കൂടെയും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളുമാണ് ഞാൻ ഈ സമയത്തിൽ ഓർക്കുകയാണ്.
നമുക്ക് ആധ്യാത്മിക ഭാരതത്തിന് ആധുനികയുടെ പരിവേഷം നൽകിയ ലോകാരാധ്യനായ ശ്രീനാരായണ ഗുരുദേവന്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന 63-ാം നമ്പർ ശാഖയുടെ 98ാമത് വാർഷിക ഉത്സവത്തിനും 52ാമത് പ്രതിഷ്ഠാ വാർഷികത്തിലും പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെയും എൻ്റെ വ്യക്തിപരമായ പേരിൽ എല്ലാവർക്കും തിരുവുത്സവ ആശംസകൾ ഈ അവസരത്തിൽ നേരുകയാണ്. നമുക്കറിയാം, ഈ ശാഖയെപ്പറ്റി പറയുമ്പോൾ ഇത് 98 വർഷം പൂർത്തീകരിച്ചിരിക്കുകയാണ്. അത് ശതാബ്ദിയുടെ നിറവിലേക്ക് അടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഈ ശാഖയെ നയിച്ച വളരെ വ്യക്തികളുടെ ഫോട്ടോ ഇപ്പോൾ ഞാനിവിടെ നിന്ന് വീക്ഷിക്കുകയായിരുന്നു. ഈ കഴിഞ്ഞ 98 വർഷങ്ങളും ഈ ശാഖയെ നയിച്ച അവരുടെ ഈ അവസരത്തിൽ അവരെ ഞാൻ സ്മരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വിവിധങ്ങളായ പരിപാടികളോടെ ആധ്യാത്മിക രംഗത്തും ഭൗതിക രംഗത്തും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലയിലൊക്കെ ഈ ശാഖയുടെ പ്രവർത്തനങ്ങളുമായി വളരെ മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ബഹുമാന്യായ പ്രസിഡന്റ് നമ്മുടെ ഇ കെ പ്രകാശന്, നമ്മുടെ സെക്രട്ടറി ബഹുമാനപ്പെട്ട നമ്മുടെ ദിവാകരൻ ചേട്ടനെ, അതോടൊപ്പം കമ്മിറ്റി അംഗങ്ങളെ മുഴുവൻ ശാഖാ അംഗങ്ങളെയും ഈ അവസരത്തിൽ അനുമോദിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ ശാഖയുടെ പ്രവർത്തനങ്ങളെപ്പറ്റി വളരെയധികം കൂടുതൽ എനിക്ക് വളരെ അറിയുവാനും വളരെയധികം സഹായങ്ങളും ചെയ്തു തന്നിട്ടുള്ള ഒരു ശാഖയാണ്. നമ്മുടെ പ്രതിസന്ധിയുടെ കാലഘട്ടങ്ങളിൽ, കോവിഡ് കാലഘട്ടങ്ങളിലായാലും വെള്ളപ്പൊക്കം അടക്കമുള്ള കാലഘട്ടങ്ങളിലുമൊക്കെ, പ്രകൃതിയുടെ മഹാമാരിയിലുമൊക്കെ ഇവിടെ നമുക്കറിയാം, നമ്മുടെ ഗ്രാമങ്ങളിലൊക്കെ വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോഴൊക്കെ വളരെ കൈയഴിച്ച സഹായങ്ങൾ നമുക്ക് പഞ്ചായത്തിനായാലും ഈ വാർഡിലെ ജനങ്ങൾക്കായാലും ചെയ്തു തന്ന ഈ ശാഖയോട് പ്രത്യേകം നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ പഞ്ചായത്ത് ഗ്രാമസഭകളടക്കം നമ്മുടെ ടാക്സ് അടക്കുന്നതൊക്കെയുള്ള ആവശ്യങ്ങൾക്കായി ശാഖയുടെ ഈ ഓഡിറ്റോറിയവും എപ്പോൾ ചോദിച്ചാലും വളരെ സന്തോഷത്തോടെ വിട്ടു നൽകുന്നുണ്ട്. അതിനെല്ലാമുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഉത്സവങ്ങൾ, ഈ ശിവഗിരി തീർത്ഥാടനമൊക്കെ നടക്കുന്ന ഈ കാലഘട്ടം ഇവിടെ സൂചിപ്പിച്ചതാണ്. വളരെയധികം ലോകപ്രശസ്തമായ നമ്മുടെ ഗുരുദേവൻ ആദ്യം ആരംഭിച്ച സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായി വത്തിക്കാനിൽ നടന്ന സമ്മേളനം അത് ലോകം മുഴുവൻ വീക്ഷിച്ചതാണ്. വിശ്വമാനവതയുടെ സന്ദേശം ലോകത്തിന് അറിയിക്കുവാൻ ആ സമ്മേളനം കൊണ്ട് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷമാണ്. അതിലൊക്കെ മുന്നോട്ട് വഹിച്ച ബഹുമാനപ്പെട്ട MLA ഈ സമയത്ത് ഞാൻ അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് ഭിന്ന ഭാഷകളുടെയും ജാതിയുടെയും വർണ്ണത്തിൻ്റെയും ഒക്കെ പേരിൽ നമ്മൾ ഭിന്നമായി വളരെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെങ്കിലും മനുഷ്യൻ ഒരു കുലത്തിൽ പിറന്നവനാണെന്നുള്ള ചിന്തയും അതോടൊപ്പം തന്നെ വ്യത്യസ്തങ്ങളായ മതങ്ങളുടെ ആരാധനകളെല്ലാം നമ്മൾ കാണുന്നുണ്ട്. എല്ലാ മതങ്ങളുടെയും സത്യം, അതിൻ്റെ തത്വം ഒന്നാണെന്നുള്ള ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോഴാണ് ഗുരുദേവൻ സൂചിപ്പിച്ചതുപോലെ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ള വചനത്തിൻ്റെ മഹത്വം പൂർത്തീകരിക്കുന്നത്. ഇന്ന് നമുക്കറിയാം, കഴിഞ്ഞ 2024 ലോകത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ അസ്വസ്ഥതകൾ നിറഞ്ഞൊരു കാലഘട്ടമായിരുന്നു. പശ്ചിമേഷ്യയിലൊക്കെ നിരവധി ആൾക്കാർ കൊല്ലപ്പെട്ടു. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ശ്രീനാരായണ ഗുരുദേവ ദർശനങ്ങൾ ലോകത്ത് മുഴുവൻ അതിൻ്റെ പങ്കാളിത്തം, അതിൻ്റെ സാക്ഷികളായി മാറ്റിയെടുക്കുവാൻ കേരള ജനതയെ മുഴുവൻ ഒന്നിച്ചു നിന്നുകൊണ്ട് അതിൻ്റെ ആവശ്യകത മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അതിൻ്റെ ഭാഗമായാണ് ഇന്ന് വിദേശ സർവകലാശാലയിലൊക്കെ ഗവേഷണ വിദ്യാർത്ഥികളടക്കമുള്ളവരെ ഇന്ന് ഗുരുദേവ ദർശനങ്ങളെ പറ്റിയാണ് അവർ പഠിക്കാനെടുക്കുന്നത്. അപ്പോൾ അത് നല്ലൊരു സമൂഹത്തിൻ്റെ സമൂഹത്തിൻ്റെ മാറ്റത്തിന് വേണ്ടി ഗുരുദേവ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിലും അതിൽ പങ്കാളികളാകുന്നതിനും നമുക്കെല്ലാം സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നിവിടെ പ്രശസ്ത വിജയം കരസ്ഥമാക്കിയ പ്രതിഭകളെ, കുഞ്ഞു അനുജന്മാരെ അനുജത്തികളെയൊക്കെ ഇവിടെ ആദരിക്കുകയുണ്ടായി. അവരെ ഈ സമയത്ത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ പേരിൽ ഞാൻ അനുമോദിക്കുകയാണ്. അവർക്കൊക്കെ നമുക്കറിയാം, ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ ഇപ്പോൾ മഹാന്മാരെ സൃഷ്ടിക്കുന്നവരാണ് മഹാന്മാരെന്ന് പറയുന്നത്. അവരുടെ മാതാപിതാക്കളെ ഈ അവസരത്തിൽ ഞാൻ അനുമോദിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ശാഖയിൽ നിന്ന് ലഭിച്ച നിങ്ങളുടെ പിന്തുണയൊക്കെ ഇതിന് പ്രചോദനമാകുന്നുണ്ട്. അടുത്ത വർഷവും ഈ ശാഖയിലെ വളരെ സമർത്ഥരായ വിദ്യാർത്ഥികൾ ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ ഇത് പ്രചോദനമാകട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഈ ശാഖയുടെ പ്രവർത്തനങ്ങൾ വളരെ മുന്നോട്ട് കൊണ്ടുപോകുന്ന നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവ ധർമ്മം ലോകത്ത് മുഴുവൻ എല്ലാ ജനങ്ങളിലും അത് അവരുടെ അനുഭവങ്ങളിൽ കൂടി മാറട്ടെ എന്ന്
ഈ അവസരത്തിൽ ഓർത്തുകൊണ്ടും ഒരിക്കൽ കൂടെ തിരുവുത്സവത്തിൻ്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുദേവധർമ്മം ജയിക്കട്ടെ. ാണ് ഈ യോഗത്തിലെ അധ്യക്ഷത വഹിച്ച നമ്മുടെ യൂണിയൻ സെക്രട്ടറി ശ്രീ സുരേഷ് ഫെഡറർക്ക് എൻ്റെ സ്വന്തം പേരിലും അതുപോലെ ശാഖയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ തന്നെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ യൂണിയൻ പ്രസിഡന്റ് ശ്രീ ഗിരീഷ് കോരാട്ട് അവരുടെ ഈ എൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും അതുപോലെ തന്നെ ശാഖയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ MLA ശ്രീ ചാണ്ടിമോഹൻ അവരുടെ അദ്ദേഹത്തെയും ഈ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ യൂണിയൻ വൈസ് പ്രസിഡന്റ് ശ്രീ ചന്ദ്ര സാർ അവരുടെ അദ്ദേഹം എല്ലാ കാര്യത്തിലും നമ്മുടെ ശാഖയിലൂടെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പുതുപ്പള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ പ്രമോദ് അവർക്ക് ശാഖ യോഗത്തിൻ്റെ പേര് നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ശാഖ പ്രസിഡന്റ് ശ്രീ കെ പ്രകാശ് അവരുടെ, വൈസ് പ്രസിഡന്റ് രാജീവ് അവരുടെ, അതുപോലെ യൂണിയൻ കമ്മിറ്റി ശശി അവരുടെ, അതുപോലെ തന്നെ നമ്മുടെ വനിതാ സംഘ പ്രവർത്തകരെ, പ്രൊഫസറുകളെ എല്ലാവർക്കും ഗുരുദേവത്തിനായ എല്ലാ ആൾക്കാരും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. യോഗം സമാപിച്ചിരിക്കുന്നു. ഏവർക്കും നന്ദി. Yeah.